الله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ബഹുമാനികളെ, പരിശുദ്ധ റമളാൻ കടന്നു വന്നതിൽ പിന്നെ ഇബാദത്തിന്റെയും അറിവിന്റെയും തീരങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ മഹാന്മാരുടെ അത്രയൊന്നുമില്ലെങ്കിലും സാധാരണയിൽ നിന്നും വിരുദ്ധമായി അല്പസ്വല്പം ആരാധനകളൊക്കെ എടുക്കുകയും മജ്ലിസിൽ ഇൽമ് അതിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് മഹാന്മാരായ ഉസ്താദുമാരുടെ ആ ഒരു നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്ന നിലയ്ക്ക് സദസ്സിലെത്തിപ്പെട്ട എല്ലാ ഉമ്മമാർ അല്ലാഹു തആല കഴിഞ്ഞ മജ്ലിസുകൾ, കഴിഞ്ഞ കാലത്തെ മജ്ലിസുകൾ എല്ലാത്തിലും പങ്കുകൊണ്ടത് കാരണം എല്ലാ വർഷത്തെയും ലൈലത്തുൽ ഖദ്റിന്റെ ആനുകൂല്യം വെറുതെ അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ആയിരക്കണക്കിന് മാസങ്ങളെ ഇബാദത്തെടുത്ത കൂലി ഒരു രാത്രി ലഭ്യമാവുമ്പോൾ അതിന് അല്ലാഹു സാധുക്കളായ നമ്മളെ തെരഞ്ഞെടുക്കുമാറാവട്ടെ. അതിനുള്ള ഗുണങ്ങളോ അതിനുള്ള ഈമാനോ തഖ്വയോ അറിവോ ഒന്നും കൈമുതലായിട്ടില്ലെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമ പഠിച്ച ഉലമാക്കൾ നടത്തുന്ന സംരംഭങ്ങൾ അഥവാ അൽ മജ്ലിസുൻ നിസാ, ആ സംഗതിയോട് നമ്മൾ കാണിക്കുന്ന അതിർപ്പവും വിധേയത്വവും കാരണം ആ ഒരു വിധേയത്വത്തിന്റെ ഭാഗമാണല്ലോ എല്ലാ ദിവസവും രാവിലകളിൽ ഇവിടെ വന്ന് നട്ടുച്ച നേരത്ത് നടന്നും ബസ്സിലുമൊക്കെയായി തിരിച്ചു പോവുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന, നാളെ മീസാനിൽ കനം തൂങ്ങുന്ന, ഖബറിൽ വെളിച്ചമേകുന്ന ഇൽമായി, അറിവായി, അറിവിനോടുള്ള ചേർന്ന് നിൽക്കലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ, അംഗീകരിക്കുമാറാവട്ടെ. സൽഗുണ സമ്പന്നയായ സ്ത്രീ എന്നതിൽ ഉൾപ്പെടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഒരു സ്ത്രീ നന്നാവുന്നത്, ഗുണമുള്ളവളാവുന്നത് നല്ല തർബിയത്ത് ലഭിക്കുന്നതിലൂടെയാണ്. ഒരു വേള സന്താനങ്ങൾ മുഴുവൻ സൽഗുണസമ്പന്നരാവാനുള്ള കാരണം മാതാപിതാക്കളുടെ സൂക്ഷ്മതയും പ്രാർത്ഥനയും വിശുദ്ധമായ ദീനിനോടുള്ള അവരുടെ അടുപ്പവും ഒക്കെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അന ദഅവതു അബി ഇബ്രാഹിം അലൈഹിസ്സലാം, ഞാൻ
എൻ്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അവിടുന്ന് ദുആ ചെയ്ത ദുആയുടെ ഉത്തരമാണ്. അപ്പോൾ ഏതൊരാളും നല്ലവനാകുന്നതിന് ഒരുപാട് ഗുണഗണങ്ങളുണ്ട്. അതിൽപ്പെട്ട പ്രധാന കാര്യങ്ങളാണ് മാതാപിതാക്കളുടെ സൂക്ഷ്മതയും അവരുടെ അറിവും അവരുടെ ദീനിയായ ചുറ്റുപാടും. അപ്പൊ നമ്മൾ നല്ലവരാകുമ്പോഴാണ് ഒരു തലമുറ നന്നായി വരും. പ്രത്യേകിച്ച് ഉമ്മമാരെ കയ്യിലാണ് തലമുറകൾ അവരെ വളർത്തേണ്ട ബാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സമൂഹം നന്നാവാൻ ഏറ്റവും പ്രധാനമായി വേണ്ടത് ആ സമൂഹത്തിലെ ഉമ്മ നന്നാവുക, ആ സമൂഹത്തിലെ സ്ത്രീ നന്നാവുക എന്നതാണ്. എന്നാലേ തലമുറയിലേക്ക് ഈ നന്മകളൊക്കെ പകർന്നു നൽകപ്പെടുകയുള്ളൂ. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് മഹാന്മാരെയും ഒരുപാട് മഹതിമാരെയും ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. ضربallahu مثلا للذين كفروا امرأته. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് സ്ത്രീകളെ വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അവര് സൽഗുണ സമ്പന്നരായിരുന്നില്ല. അവരാരാണ്? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയാണ്, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയാണ്. ഭർത്താവിനെ വഞ്ചിക്കുകയും ദീനിനോട് സപ്പോർട്ടില്ലാവുകയും ചെയ്യുന്ന ഒരവസ്ഥ വിശുദ്ധ ഖുർആൻ അവരെ പറ്റി പറയുന്നുണ്ട്. രണ്ട് സ്ത്രീകൾ, ആ സ്ത്രീകളുടെ പ്രത്യേകത എന്താണ്? അവർ അവരുടെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചവരാണ്, നബിമാരുടെ ഭാര്യയാണ്. പക്ഷേ അല്ലാഹു തആല ഏറ്റവും വലിയ നെഗറ്റീവായ സ്വഭാവമുള്ളവരായിട്ടാണ് പരിചയപ്പെടുത്തിയത്. അപ്പൊ നമ്മുടെ പശ്ചാത്തലങ്ങളെല്ലാം നമ്മുടെ ക്വാളിറ്റിയും അതുപോലെ ഈമാനും ഒക്കെയാണ് നമ്മുടെ പദവിയെ തീരുമാനിക്കുന്നത്. ആകയാൽ നമ്മളെപ്പോഴും സൽഗുണ സമ്പന്നരായി ജീവിക്കാൻ തയ്യാറാവേണ്ടതുണ്ട്. അങ്ങനെ സൽഗുണ സമ്പന്നരാകുമ്പോഴാണ് നല്ല സന്താനങ്ങൾ ഉണ്ടാവുക. ആ സന്താനങ്ങളാണ് സമൂഹത്തിന് ഉപകാരപ്രദമാവുകയും ആ സന്താനങ്ങളിലൂടെയാണ് അള്ളാഹുവിന്റെ ദീന് തഴച്ചു വളരുകയും ചെയ്യുക. അങ്ങനെയുള്ള നല്ല ഉമ്മമാരെ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് ഒരിക്കൽ പറഞ്ഞല്ലോ, ഹുബ്ബിബയിലേക്കും മിൻ ദുനിയാക്കും, നിങ്ങൾ എനിക്ക് ദുനിയാവിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് യഥാർത്ഥത്തിൽ സ്ത്രീ മർഅത്തു സ്വാലിഹയാണ്, നല്ല സ്വാലിഹയായ സ്ത്രീകളാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതില് പെടാൻ നമുക്ക് കഴിയണം. അതിനുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മൾ നിന്നുണ്ടാവേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഖുർആൻ പറഞ്ഞ ഏറ്റവും മോശപ്പെട്ട സ്ത്രീകൾക്ക് ഉദാഹരണങ്ങളായി മാറും. ദറബല്ലാഹു മസലൻ ലില്ലദീന കഫറൂ, അവിശ്വാസികളും നന്ദികെട്ടവരുമായ ആളുകൾക്ക് ഉദാഹരണം പറയുന്ന വിശുദ്ധ ഖുർആൻ. ആരാണ്? ഇംറഅത നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയാണെന്ന്. വംറഅത ലൂത്ത്, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയാണ് മറ്റൊന്ന്. ഖാനത്താ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ, നല്ല സച്ചരിതരായ നല്ല രണ്ട് അടിമകളുടെ കീഴിലായിരുന്നു അവർക്ക് ജീവിക്കാൻ അവസരം ലഭിച്ചത്. പക്ഷേ ആ അവസരത്തെ ഉപയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഫഖാനതാഹുമാ ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ശൈആ, അവർ ആ രണ്ട് ഭർത്താക്കന്മാരെയും വഞ്ചിക്കുകയും അവർക്കൊരു ഉപകാരവും ഇല്ലാതെയാവുകയും ചെയ്തു. വഖീല ദഖുലൻ നാറ മഅദ്ദാഖിലീൻ,
ഖുർആൻ നസ്സായി പറയാണ്, അവർ രണ്ടുപേരോടും നരകത്തിൽ കടക്കാൻ. നരകവും സ്വർഗവും ഒക്കെ തീരുമാനമാവുന്നതിന്റെ മുമ്പ് തന്നെ നരകത്തിൽ കടക്കാൻ ഖുർആൻ അവരോട് പ്രഖ്യാപിക്കുകയാണ്. ആ നിലക്ക് ഏറ്റവും മോശക്കാരായ സ്ത്രീകൾ, അവരുടെ സ്വഭാവം എന്തായിരുന്നു? അവർ ഭർത്താവ് ദീനീ വഴിയിലേക്ക് ജനങ്ങളെ നയിക്കുമ്പോൾ ഭാര്യ ആ ഭർത്താവിനെ വഞ്ചിച്ച് അവിശ്വാസികളുടെ കൂടെ കൂടുമായിരുന്നു. വിശ്വാസവഞ്ചന അതൊരു സൽഗുണ സമ്പന്നയായ സ്ത്രീക്ക് ചേർന്നതല്ല. നമ്മളെ വിശ്വസിച്ചാണ് നമ്മുടെ വീടിന്റെ കാവൽ ഭർത്താക്കന്മാർ ഏൽപ്പിച്ചിട്ടുള്ളത്. ഒരു സ്ത്രീയുടെ നല്ലൊരു പശ്ചാത്തലം ആ സ്ത്രീ ഭർത്താവിന്റെ വീടിനെയും കുടുംബത്തെയും കാത്തു സൂക്ഷിക്കുന്നതിൽ ബദ്ധശ്രദ്ധയുള്ളവളാവുക എന്നതാണ്. നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം അള്ളാഹുവിന്റെ ദീനിലേക്ക് പ്രബോധനം നടത്തിയപ്പോൾ ആ പ്രബോധനം ഈ ഭാര്യയുടെ ചെവിയിലെത്തിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര കാലമാണ് നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം നടത്തിയത്. പക്ഷേ ഒന്നും ആർക്കേശിയില്ല. ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പിന്നെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനങ്ങൾ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ജനങ്ങളിൽ ഒരു വിഭാഗമാണ്. അവർ പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നതിന് പകരം ആൺകുട്ടികളെ വിവാഹം കഴിക്കുന്ന രീതിയിലുള്ള ഏർപ്പാടുള്ള ഒരു മോശം ജനങ്ങളായിരുന്നു. അവർക്ക് പെൺകുട്ടികൾ അല്ല വേണ്ടിയിരുന്നത്, അവർക്ക് ആൺകുട്ടികളോടായിരുന്നു അവർ ബന്ധം പുലർത്തിയിരുന്നു. അങ്ങനത്തെ ജനതക്ക് മലായിക്കത്തുകൾ നല്ല സുന്ദരന്മാരായ ആൺകുട്ടികളുടെ രൂപത്തിൽ വന്നപ്പോൾ കഥയറിയാതെ നാട്ടിലെ റൗഡികളുടെ തോഴയായ ഈ പെണ്ണ് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽപ്പെട്ട അവിടുത്തെ ഭാര്യ ആ ജനതയെ വിളിച്ച്, ഇവിടെ സുന്ദര കോമളന്മാരായ ആള് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരെ, ആ അതിഥികളെ മാന്യമായി സ്വീകരിക്കുന്നതിന് പകരം അവരെ വഷളാക്കാൻ വേണ്ടി പണിയെടുത്ത പെണ്ണാണ്, വഞ്ചകിയായ പെണ്ണാണ് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനും ഇസ്ലാം സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എത്ര കൊല്ലമാ വഅദ് കേട്ടത്. എന്നിട്ടെന്തേ ദീൻ അത് എത്താൻ ഖൽബിലെത്താനുള്ള സാഹചര്യം ഉണ്ടായില്ല. അപ്പൊ നമ്മളൊക്കെ ഭാഗ്യവാന്മാരല്ല. അല്ലാഹു ഈമാൻ മരണം വരെ നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. നമുക്കൊന്നുമില്ലെങ്കിലും നമുക്ക് ചിലപ്പോൾ കുറെ പരാതികളൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്ക് അതില്ല ഇതില്ല. പല ആളുകൾക്കും ഇടത്തരക്കാരാവുമ്പോൾ വലിയ പണക്കാർക്കുള്ളതൊന്നുമില്ല. പക്ഷേ നമ്മളെ ഈമാൻ ഉണ്ടല്ലോ നമ്മളെ ഖൽബില്, അല്ലാഹു തആല മരണം വരെ അത് നിലനിർത്തി തരുമാറാവട്ടെ. അപ്പൊ നല്ല വിശ്വാസവഞ്ചനയില്ലാത്തവളായിരിക്കണം യഥാർത്ഥത്തിൽ സ്ത്രീ. ഭർത്താവിനെ അതിലെത്തി സ്നേഹിക്കുന്നവളായി, മക്കളെ നന്നായി തർബിയത്ത് ചെയ്യുന്നവരായിരിക്കും. പ്രത്യേകിച്ച് പുതിയ കാലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഒരുപാട് മതത്തിനെ നിരക്കാത്തത് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പേരിൽ സ്കൂൾ ആനിവേഴ്സറികളിലൊക്കെ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണ പല സ്കൂളുകളിലും വെള്ളിയാഴ്ച രാവ് അസറിന് ഒരു യൂത്ത് ഫെസ്റ്റിവൽ എന്ന നിലയ്ക്ക് ആണ്ടലും പാടലും അതിന് വീടകങ്ങളിൽ നിന്ന് കുത്തൊഴുക്കാണ്. ചെറുപ്പക്കാരായ ആളുകൾ ഈ സദസ്സിൽ ഒരു പക്ഷേ കുറവായിരിക്കും. പ്രായമെന്ന ആളുകൾ ആയിരിക്കും പലപ്പോഴും വനിതാ വേദികളിൽ ഇടം പിടിക്കും. എന്നാൽ തിരിച്ച് ഇന്ന് സ്കൂളിൽ റമദാനാണെങ്കിൽ പോലും ഒരു ആടലും പാടലുണ്ടെന്ന് ഒന്ന് അനൗൺസ് ചെയ്തു നോക്കൂ. എവിടുന്നോ വാട്സപ്പിന്റെ ഒരു മൂലയിൽ നിന്ന് കേട്ട വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ സീറ്റ് പിടിക്കാൻ നമ്മുടെ യൗവനത്തിലുള്ള ഉമ്മമാർ തയ്യാറാണ്, തൽപരരാണ്. തർബിയത്തിന്റെ കുറവാണ്. നമ്മുടെ ഈ ദഅ്വാ കോളേജും അതുപോലെ തന്നെ ഇവിടുത്തെ ആരിഫ സിസ്റ്റവും ഒക്കെ ഉള്ളത് കൊണ്ട് ഈ നാട്ടിന്റെ അവസ്ഥ അങ്ങനെയായി കൊള്ളണമെന്നില്ല.
ഞാൻ എൻ്റെ ബിരുദം എടുക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയൊക്കെ വന്നപ്പോൾ, പെങ്ങന്മാരൊക്കെ വന്നപ്പോൾ അവരൊക്കെ അവരെ നാട്ടിൽ മൗലവിമാരെ കുടുംബം എന്ന നിലക്ക് ബുർഖിടുന്നവരായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും ബുർഖിടുന്നത് കണ്ടപ്പോൾ അവർക്ക് അത്ഭുതം. ബുർഖിടാത്തവർ ആകെ ഒന്നേ ഉണ്ടാവുള്ളൂ. നമ്മളെ നാട്ടിലൊക്കെ ബുർഖിടുന്ന ഇപ്പം കൂടി ഇപ്പം ഒരു ട്രെൻഡായി മാറി. അത് മതം സമൂഹത്തിലേക്ക് പകർന്നു കൊടുത്തത് കൊണ്ട് ഉണ്ടായ നേട്ടമാണ്. നമ്മളെ നാട്ടിൽ സുലഭല്ലേ ഈ ബുർഖ നിഖാബൊക്കെ ഇടുന്നവരില്ലേ? അല്ലേ? എന്തുകൊണ്ടാണ്? ആലിമീങ്ങള് ചുക്കാൻ പിടിച്ചുകൊണ്ട് നാടിന്റെ പശ്ചാത്തലങ്ങളെ മാറ്റിയെടുക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അവർക്ക് കണ്ടപ്പോ അത്ഭുതം, എല്ലാവരും ബുർഖിടുക. എന്നാല് നമ്മളെ നാടുകളിലൊക്കെ ഒരു 100 ആളുണ്ടെങ്കിൽ അതിലൊരു ഇപ്പൊ കുറെ മാറിയിട്ടോ, ഒരു 20 ആളൊക്കെ ആയിരുന്നു അക്കാലത്ത് ബുർഖിടുന്നവരുണ്ടാകും. അതും ഒരു ഉലമാ പശ്ചാത്തലമുള്ളവരായിരിക്കും. അപ്പോ പറഞ്ഞു വരുന്നത്, നമ്മള് വീടുകളിൽ മക്കളുടെ വിദ്യാഭ്യാസം, സ്കൂൾ തലങ്ങളിലുള്ള പരിപാടികൾ, അവിടെ വെള്ളിയാഴ്ച രാവ് ആയിരിക്കും അധികവും വെക്കുക. ആ പരിപാടി വെക്കുക. അസറിന് തുടങ്ങി 10 മണി വരെ ഇത്ര രക്ഷിതാക്കൾ അവിടെ പോയി ആനന്ദിക്കും. രക്ഷിതാക്കൾ പങ്കെടുക്കണമെന്ന് പറയുന്നു. ഇവിടെ കൊണ്ട് അങ്ങനെ ഉണ്ടോ? പുതിയ തലമുറയിലുണ്ടോ സ്കൂളില്? ഇനി എന്തെങ്കിലും ഓണത്തിനാവുമ്പോ അന്നും ഉണ്ടാവും പരിപാടി, രക്ഷിതാക്കൾ പങ്കെടുക്കുന്ന പരിപാടി ഇല്ലേ? നിങ്ങൾക്ക് അതൊന്നും അറിയില്ലല്ലേ? നിങ്ങൾ മത പഠനത്തിന് മാത്രം വേണ്ടി വരുന്നോണ്ട് അപ്പുറത്തുള്ള വിഷയങ്ങളൊന്നും ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. ഇല്ലാന്നുണ്ടെന്നോ? ഉണ്ട്, മെല്ലെ മെല്ലെ വരുന്നുണ്ട്. അവിടേക്കൊരു തർബിയത്തുള്ള ഒരു നല്ല ശിക്ഷണം കിട്ടിയ പെൺകുട്ടിയാണെങ്കിൽ അതിനൊന്നും ഇടം കൊടുക്കൂല. എന്തെല്ലാം ചെയ്യാനുണ്ട് നമുക്ക്. നമ്മളെ മക്കൾ കാണേ ഈ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ആ മക്കൾക്കും തോന്നാണ് ഇതൊക്കെ അനുവദനീയമാണ്, ഇതൊക്കെയാണ് നടത്തേണ്ടത്. പിന്നെ അതിൻ്റെ നടത്തിപ്പുകാരായി മാറും. നാളെ നാടിൻ്റെ ക്ലബിൻ്റെ സെക്രട്ടറിയായി എല്ലാ അനാചാരങ്ങൾക്കും ഈ മകൻ ഈ പിച്ച വെക്കുന്ന കുഞ്ഞുനാളിലുള്ള ഇത്തരം അനുഭവങ്ങൾ ഉമ്മ മുന്നിലാണ്, ആസ്വദിക്കാണ്. ആ ആസ്വാദനം മകൻ ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ അവൻ ചിന്തിക്കുകയാണ് ഇതെല്ലാം നല്ലതാണ്. അങ്ങനെ നാളെ ഇത്തരം ആഭാസങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന ആളായി നമ്മളുടെ മക്കള് മാറിയാൽ, ആ മക്കൾ മാറിയാൽ അതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ ഇത്തരം ഇസ്ലാമിന് അന്യമായ അന്യപുരുഷന്മാർ ഇടകലരുന്ന അത്തരം പരിപാടികളിലേക്ക് നമ്മുടെ സാന്നിധ്യം അത് കാരണമാവുന്നുണ്ട്. തിരിച്ചറിയുക. നമ്മുടെ സാന്നിധ്യം കൊണ്ട് ഈ മതത്തിന്റെ തലമുറകളിലേക്കുള്ള മെസ്സേജിന് ഒരു കോട്ടവും ഒരു പോറലും ഏൽപ്പിക്കാതിരിക്കാൻ നമ്മൾ നല്ല തർബിയത്തുള്ള വനിതകളായി മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നല്ല വിദ്യാഭ്യാസങ്ങളിലൂടെ കടഞ്ഞെടുത്തൊരു തലമുറയെ തന്നെ ഇപ്പോഴുള്ളതുപോലെ ഇനി ഭാവിയിലും നമ്മുടെ നാടുകളിലൊക്കെ, പ്രത്യേകിച്ച് ഈ കോളേജിന്റെ പരിസരങ്ങളിലൊക്കെ ഉസ്താദുമാരുടെ ആശീർവാദം കൊണ്ട് നിലനിർത്തി തരുമാറാവട്ടെ. ഒരു തർബിയത്തുള്ള വനിതയായിരിക്കണം നമ്മൾ. അത് പുതിയ തലമുറയുള്ളവരാണെങ്കിലും അങ്ങനെ തന്നെ. സ്വലാത്തുകളെയും ഖുർആനോത്തുകളെയും അതുപോലെ നോമ്പ് സുന്നത്തുകൾ പോലും എടുക്കുകയും ഒക്കെ ഒരു ചലഞ്ചായി അള്ളാഹുവിന് വേണ്ടി സ്വീകരിക്കുന്ന ഒരു സമൂഹം എത്ര സുന്ദരമായിരിക്കുന്നു. അപ്പൊ ഖുർആൻ പറഞ്ഞ ആ വനിതകൾ 2 വനിതകളെയാ പറഞ്ഞു. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയും. അവരുടെ സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. മലായിക്കത്ത് കോമളന്മാരുടെ രൂപത്തിൽ വന്നപ്പോ ആ മലായിക്കത്തിനെ ഈ ഭാര്യ പോയിട്ട് കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട്
ആ നല്ല സുന്ദരന്മാരായ ചെറുപ്പക്കാര് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അശ്ലീലങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ വരൂ എന്ന് പറഞ്ഞ് റൗഡികളെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുന്ന ഒരു ഉമ്മ. അങ്ങനെ നബിമാരുടെ ഭാര്യമാര് വരെ ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊക്കെ അല്ലാഹു തന്ന കൾച്ചർ, ഹിദായത്ത്, ഈമാന്, അറിവ്, അവബോധം അല്ലാഹു നമ്മുടെ തലമുറയിലും അത് നിലനിർത്തി തരുമാറാവട്ടെ. നോക്കൂ, മറ്റൊരു ഭാര്യയെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അലാ വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, പറുദീസകൾ നഷ്ടപ്പെട്ടാലും, പട്ടുമെത്തകളിൽ നിന്ന് വലിച്ചെറിയപ്പെട്ടാലും, പകലും ആണികൾ കൊണ്ടുണ്ടാക്കിയ കുത്തുന്ന നോവിക്കുന്ന ബെഡുകൾ, വേദനപ്പെടുത്തുന്ന, രക്തം വാർന്നൊഴുകാൻ കാരണമാകുന്ന അക്രമാസക്തമായ നിലക്കുള്ള എന്തെല്ലാം അസൗകര്യങ്ങൾ തന്നെ തേടിയെത്തിയാലും ഈ മതവും ഈ ദീനിന്റെ സിസ്റ്റങ്ങളെയും കൈവടിയില്ല എന്ന ഉറച്ച ബോധത്തിൽ ജീവിച്ച മഹദി. വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനൂ. വിശ്വാസികളായ സ്ത്രീകൾക്ക് ഏറ്റവും നല്ല ഉദാഹരണം അത് ഫിർഔനിന്റെ ഭാര്യയാണ്. ഫിർഔനാണെങ്കിലോ അവൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഭാര്യ സ്വർഗത്തിന്റെ രാജ്ഞിയാണ്. അല്ലാഹുവിന്റെ ഖലാ നോക്കണം നിങ്ങൾ. തീരെ വിശ്വസിക്കാത്ത മനുഷ്യൻ, ആ മനുഷ്യന്റെ ഭാര്യയെ മുഅ്മിനീങ്ങളായ ലോകത്തെ ഏറ്റവും വലിയ സമുദായമായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് പോലും മാതൃകയാക്കുകയാണ്. ആസിയ ബീവിയാണ്, ഫിർഔനിന്റെ ഭാര്യയാണ്, മുഅ്മിനീങ്ങൾക്ക് മാതൃകാ വനിതയാണ്, ക്ഷമയുള്ളവരാണ്. ഇത് ഖാലത്ത്, നബിയെ അങ്ങൊന്ന് ഓർത്തു നോക്കൂ, അവര് പറഞ്ഞ നേരം റബ്ബി ബിനിലി ഇംദക ബൈതം ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിലൊരു വീട് പണിതു തരണേ അല്ലാഹ്. കുത്തുന്ന പച്ചയായ ശരീരത്തിലേക്ക് ഫിർഔൻ താഴെ ഭൂമിയിൽ തറച്ച ആണിയുടെ കൂർത്ത ഭാഗത്തേക്ക് പച്ച ശരീരം കൊണ്ടുപോയി വെക്കുമ്പോ ആസിയ ബീവിയുടെ പച്ച ശരീരത്തിൽ അത് തുളച്ചു കയറി. ഒന്നല്ല 100 കണക്കിന് ആണികൾ തുളച്ചു കയറിയപ്പോ മഹദിയുടെ പ്രാർത്ഥനയാണ്, ഒന്ന് ഫിർഔനിന് യെസ് മൂളിയിരുന്നെങ്കിൽ പഴയ രാജ്ഞി പദത്തിൽ തന്നെ തുടരാം. മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചതാണ്. പകരം ആ വിശ്വാസത്തിന് കൊടുക്കേണ്ടി വന്നത് സൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു, ജീവൻ വരെ നഷ്ടപ്പെട്ടു. ആ സമയത്ത് മഹദി ദുആ ചെയ്യാണ്, റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിൽ റബ്ബേ നിന്റെ അടുക്കൽ വീട് നീ പണിതു തരണേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, എനിക്ക് സ്വർഗത്തിൽ വീട് കിട്ടണം എന്നാഗ്രഹിക്കുന്ന ഉമ്മമാരുണ്ടോ? അവര് സൽഗുണ സമ്പന്നരായിരിക്കോ? നമ്മളെ വീട് സ്വർഗത്തിലാണ്, അവിടെ നികുതി അടക്കേണ്ടതില്ല. അവരെ കറണ്ടിന്റെ ബില്ല് 2 മാസത്തിലൊരിക്കൽ വരവില്ല. അവിടെ സ്ക്വയർ ഫീറ്റ് അളന്ന് പഞ്ചായത്തിലോ മറ്റിടങ്ങളിലോ കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല. അവിടുത്തെ വീട്ടിൽ നിന്ന് 2 ദിവസം മാറി നിന്നാൽ പൊടി പറ്റിയിട്ട് പിന്നെ അടിച്ചു വാരി വൃത്തിയാക്കേണ്ട റിസ്കില്ല.
ആ വീട് അല്ലാഹുവേ നീ പണി കഴിപ്പിക്കണേ എന്ന് ഫിർഔനിന്റെ അക്രമങ്ങളിൽ നിന്ന് ആ സമയത്ത് മഹദി ദുആർന്നത് ഖുർആൻ എടുത്ത് പറയുന്നു. ക്ഷമയാണ്. ക്ഷമിക്കുന്ന പെണ്ണായിരിക്കണം. സൽഗുണസമ്പന്നനായ പെണ്ണിന്റെ മറ്റൊരു ഗുണമാണ് അവർക്ക് ക്ഷമ വേണം. വനജ്ജിനീ മിൻ ഫിർഔന വഅമലിഹി, എന്നെ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. വഅമലിഹി, അവന്റെ നീചകൃത്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ. വനജ്ജിനീ മിനൽ ഖൗമിൽ ളാലിമീൻ, അധർമ്മകാരികളായ ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. മഹദിയുടെ പ്രാർത്ഥന അല്ലാഹു കേട്ടു. മഹദി അതാ രക്തസാക്ഷിയാവുമ്പ സ്വർഗം കാണിക്കപ്പെട്ടു. ആ സന്തോഷത്തിൽ മഹദിയുടെ റൂഹ് പിരിഞ്ഞുപോയി. ഇത് ഖുർആൻ പറയുന്ന സൽഗുണ സമ്പന്നയായ ഒരു സ്ത്രീയുടെ ഉദാഹരണമാണ്. മറ്റടുത്തായത്തിൽ മറ്റൊരു സ്ത്രീയെ പറയാണ്. വമറിയമ ബിനത, വമറിയമ്മന്നല്ലോ ഇത്, വമരിയമ ഹിസ്ബനുസരിച്ച് നമ്മള് റാവിനെ തർക്കീക്ക് ചെയ്യാം. വമരിയമ ബിനത, വമറിയമ്മ അങ്ങനല്ലോ, അത് നമുക്ക് വിളിക്കുമ്പോ വിളിക്കാം. ومريم بنت عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. ഇമ്രാന്റെ മകളായ മറിയം ബീവി അലൈഹിസ്സലാം, അല്ലാഹു അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. ഖുർആന് പേരെടുത്ത പെണ്ണാണ് മറിയം ബീവി. പേര് മാത്രമാണോ? ഖുർആനിൽ അവരുടെ പേരിൽ സൂറത്ത് തന്നെയുണ്ടല്ലോ. ഇമ്രാന്റെ മകൾ മറിയം ബീവി, അതൊരു ഉദാഹരണമാണ്. ആർക്ക് ഉദാഹരണമാണ്? ഉത്തമ സമുദായമായി നമുക്ക് ഉദാഹരണമാണ്. ബീവി എന്താ ചെയ്തത്? പാതിവൃത്യം കാത്തു സൂക്ഷിച്ചു. ആ പാതിവൃത്യം കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് ബുർഖയിടല്. ആ പാതിവൃത്യം കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് ഭർത്താവല്ലാത്തൊരാൾക്ക് ശരീരത്തിന്റെ ഭാഗങ്ങൾ കാണിച്ചു കൊടുക്കാതിരിക്കലേ, പുറത്തേക്ക് അത്യാവശ്യത്തിനല്ലാതെ ഇറങ്ങാതിരിക്കതേ, അതേ മഹറമില്ലാതെ യാത്ര പോവാതിരിക്കലേ. അങ്ങനെ നാം അതാ അല്ലാഹ് പറയാണ്, വനഫഖ്നാ ഫീഹി മിർ റൂഹിനാ, നമ്മുടെ ആത്മാവിൽ നിന്ന് നാം അവരിൽ ഊതി. ഒരു ഊത്ത് മലക്കുകളെ പറഞ്ഞയച്ച് മാറിടത്തിലേക്ക് ഊതി. ഊതിയപ്പോഴാണല്ലോ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഗർഭത്തിൽ ഉദയം ചെയ്തത്. വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ, നാഥന്റെ ദൃഷ്ടാന്തങ്ങളിലൊക്കെ മഹദി വിശ്വസിച്ചു. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിച്ചു മഹദി. വകുതുബിഹി, റബ്ബിന്റെ വേദങ്ങളിലും മഹദി വിശ്വസിച്ചു. നല്ല ഈമാനുള്ള പെണ്ണായി മാറി. വകാനത് മിനൽ ഖാനിതീൻ, അതേ ഖുർആനിൽ അല്ലാഹു മഹദിക്ക് നൽകുന്ന ബഹുമാനമാണ്. മഹദി ഖാനിതീങ്ങളിൽ പെട്ടവരാണ്. ധാരാളം നിസ്കരിക്കുന്ന പെണ്ണാണ്. ഖാനിത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കെന്താ? മുദക്കർ പുരുഷന്മാർക്ക് പറയുന്ന, ഖാനിത്താത്ത് സ്ത്രീകൾക്ക് പറയേണ്ടത്. റിസ്ക് അടിച്ചിട്ട് അധ്വാനിച്ച് നേടേണ്ട ഒരു സംഗതിയാണ് രാത്രി നിസ്കാരം. നല്ല ആരോഗ്യമുള്ളവർക്കൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ടാണല്ലോ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആരോഗ്യമുള്ള ആളെ. അള്ളാഹുവിന് ആരോഗ്യം ചോദിക്കൽ വലിയ താല്പര്യമാണ്. നല്ല ആരോഗ്യത്തെ, ആഫിയത്തിനെ ചോദിക്കൽ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. اللهم إني أسألك العفو والعافية والمعافاة الدائمة في الدين والدنيا والآخرة എന്ന് ഡെയിലി അള്ളാഹുവിനോട് ദുആ ചെയ്യൽ സുന്നത്തുണ്ട്.
നിങ്ങൾ വിർദുൽ ലത്തീഫ് ചെല്ലാറില്ലേ? ഇപ്പോൾ ഓൺലൈനിൽ കുറേ മജ്‌ലിസുള്ളതുകൊണ്ട് കുറേ ആൾക്കാർക്കൊക്കെ വിർദുൽ ലത്തീഫ് അതിൽ ദിക്ർ അറിയാം. നാളൊരു കുടുംബത്തിൽപ്പെട്ട ഒരു ഉമ്മാനോട് ചോദിച്ചപ്പോൾ വിർദുൽ ലത്തീഫ് അറിയില്ല, ഓൺലൈനിൽ അറിയാം. അതിലുള്ളതാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത വൽ മുആഫാത ദായിമത ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ. അത് കിട്ടിയ മുഴുവനായില്ലേ എന്നാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചത്. ദുനിയാവും ആഖിറവും ഒക്കെ സുഖം, ഖബറിലും സുഖം. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഖാനിത്ത് എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്കാണ്. ഖാനിത്ത് നന്നായി രാത്രി നിസ്കരിക്കുന്ന ആൾ. ഖുനൂത്ത് എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നാണ് അർത്ഥം. ഖനത ഖാമ എന്ന് വന്നതാണ് ഖുനൂത്ത്. നീറ്റിടാലിൽ നിന്നിട്ടാണല്ലോ നമ്മൾ ഓതാറുള്ളത്. അപ്പൊ അത് നല്ല ആരോഗ്യമുള്ളവർക്കാണ് അത് കഴിയുക. ആരോഗ്യമുള്ള പുരുഷന്മാരുടെ മഹത്വം മഹ്ദിയുടെ മഹത്വമായിട്ട് ഖുർആൻ എടുത്തു പറഞ്ഞു. സ്ത്രീകൾക്ക് സാധാരണഗതിയിൽ റാബിയ ബീവി, നഫീസ ബീവിയൊക്കെ നല്ലോണം നിസ്കരിച്ചിരുന്നു. നന്നായി രാത്രി നിസ്കരിച്ചവരായിരുന്നു. പക്ഷെ പൊതുവെ സ്ത്രീകൾക്ക് മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ കുട്ടികളുള്ള ആളെ തറാവീഹ് നിസ്കരിക്കാൻ കിട്ടും. നിങ്ങളെ വീട്ടിൽ തന്നെ 8 മാസം പ്രായമുള്ളൊരു കുട്ടിയുള്ള, അല്ലെങ്കിൽ 4 മാസം പ്രായമുള്ള കുട്ടിയുള്ള നിങ്ങളെ മകളോ മരുകളോ തറാവീഹ് റമദാൻ 30 നിസ്കരിക്കോ? 30 ഏതായാലും കഴിയില്ല, എന്നാൽ ഉള്ള സമയത്ത് നിസ്കരിക്കാൻ കഴിയും. റിസ്ക് ആയിരിക്കും. അപ്പോഴേക്കാരെ കുട്ടി ഉണരുക അല്ലേ? നിങ്ങളെന്താ നിങ്ങളൊക്കെ കുട്ടികളൊക്കെ നിറൊളിപ്പിച്ച് നിസ്കരിക്കല? കഴിയില്ല. ചിലപ്പോൾ ഫുള്ളൊന്നും കഴിഞ്ഞോളൊന്നുമില്ല. അപ്പോ അതിന് കുട്ടി ഉറക്കൊഴിച്ച് ആ കുട്ടിക്ക് ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ് മുല കൊടുത്താൽ ആ പെണ്ണിന് രാത്രി നിസ്കരിച്ച കൂലിയുണ്ട് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതൊക്കെ ഉണ്ടായിന് ഉസ്താദേ, ഒക്കെ കഴിഞ്ഞു പോയില്ലേ. അല്ലാഹു ആ പ്രതിഫലം നമുക്ക് നൽകുമാറാവട്ടെ. എത്ര കുട്ടികൾ, 4-5 കുട്ടികൾ അങ്ങനെ എത്ര വട്ടം വന്നിട്ടുണ്ടാവും രാത്രി. നമ്മളെ ഉറക്കം ചിലപ്പോൾ നമ്മൾ പറയൊക്കെയില്ല ഉറക്കം ഇറങ്ങാറാക്കാന്നൊക്കെ. അപ്പം നമ്മളെ ആരും കേൾക്കാതെ കുറേ വയലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും ഉറങ്ങിക്കാരം 2 മണിക്കാരം കുട്ടി എണീറ്റുണ്ടാവും. അപ്പം നമ്മൾ എണീറ്റു. അപ്പം ഞാൻ പറയുന്നത് മറിയം ബീവി അലൈഹിസ്സലാം അവിടുന്ന് ധാരാളം രാത്രി നിസ്കരിക്കുന്ന മഹദിയാണ്. ഒരു മിഹ്റാബന്നുണ്ട് നിസ്കരിക്കാൻ. നമുക്കുണ്ടല്ലോ നിസ്കാര റൂമില്ലേ നമുക്ക് നിസ്കരിക്കാൻ അല്ലേ? മിഹ്റാബ് തന്നെ ഉണ്ടായി. ഇമ്രാൻ കുടുംബത്തിലെ നല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, അവിടുത്തെ മകൻ യാക്കൂബ് നബി അലൈഹിസ്സലാം, അവരെ സന്താന പരമ്പരയാണ് ഇസ്രായേൽ. ഇവരിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിലാണ് ഇമ്രാൻ എന്ന ആൾ ജനിച്ചത്. ഇമ്രാൻ എന്ന ആള് ഭാര്യ ഹന്ന ബീവിയാണ്. ഫാഖൂദ് എന്ന് പറയുന്ന ഒരാളെ മകളാണ്. ഹന്നത്ത് ബീവിക്ക് ജനിച്ച മകളാണ് മറിയം ബീവി. ഈ കുട്ടിയെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പെണ്ണ് നന്നാണെങ്കിൽ, അല്ലെങ്കിൽ മൊത്തത്തിലൊരു കുട്ടി നന്നാണെങ്കിൽ, സൽഗുണ സമ്പന്നയായ ഒരു സ്ത്രീ എന്ന് പറയണമെങ്കിൽ ആ സ്ത്രീ എന്തായിരിക്കണം? വളരെ ചെറുപ്പകാലങ്ങളിൽ തന്നെ ആ കാര്യങ്ങൾ ഉമ്മയുപ്പയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള സൗഭാഗ്യം ഇമ്രാനും ഹന്ന ബീവിക്കും ഉണ്ടായിരുന്നില്ല. കുറെ കാലം ഇങ്ങനെ അവര് മക്കളില്ലാതെ ഇടങ്ങാറായി. നല്ലവർക്കൊക്കെ അങ്ങനെ കുറെ കഴിഞ്ഞിട്ടാ കൊടുത്തത്. എല്ലാം നിങ്ങൾ ആലോചിച്ചിട്ട് ഇബ്രാഹിം നബിക്ക് 100 വയസ്സൊക്കെ കാത്തിരിക്കേണ്ടിയിരുന്നു. അതിന്റെ മുമ്പാണ് കൊടുത്തുവിടുന്നു. ഇസ്ഹാഖ് നബിനെ, ഇസ്മായിൽ നബിനെ, സക്കരിയ നബിനെ. അള്ളാന്റെ നബിയല്ലേ, നമ്മളാരും ഇല്ലല്ലോ. നമ്മളറിയുന്നത് വേറെന്നാൽ ഉത്തരം കിട്ടിയില്ല എന്നൊക്കെ പറയും. അങ്ങനെ പറയരുത്. സാറാ ബീവിയൊക്കെ എത്ര കാലം മക്കളില്ലാതെ
അങ്ങനെയൊക്കെ അള്ളാഹു പരീക്ഷിക്കണമായിരുന്നു. ഇതൊക്കെ പരീക്ഷണമാണ്. അള്ളാഹ് ഇഷ്ടപ്പെട്ടിട്ടാണ് ചിലപ്പോൾ രോഗമൊക്കെ തരിക എന്ന് കരുതി രോഗത്തിനാരും ദ്വേർക്കണ്ട. അള്ളാഹു മാരക രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നൽകുമാറാണ്. നമുക്കത് ക്ഷമിക്കാനുള്ള തൻ്റെ ഇടവോ തവക്കുലോ നമുക്കില്ല. അതുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ ആ കുടുംബത്തിൽ കുട്ടികളിലായിരുന്നു, വാർദ്ധക്യായി. ഹന്നാബിക്ക് വലിയ ദുഃഖമായി. ഒരു ദിവസം ഇങ്ങനെ ഒരു മരത്തണലിൽ ഇങ്ങനെ ഇരിക്കുക മഹദി. അപ്പണ്ടൊരു ഇങ്ങനെ തള്ളപ്പക്ഷി ഇങ്ങനെ കുഞ്ഞിനിങ്ങനെ തീറ്റ കൊടുക്കുന്നു. ആ കാഴ്ച കണ്ടപ്പോ അങ്ങനെയല്ലേ, മക്കളില്ലാത്ത ആളായപ്പോ വല്ലാതെ മനസ്സിൽ അത് എഫക്ട് ചെയ്തു. ഹന്നാ ബീവി ഒരു മരത്തണലിൽ ഇങ്ങനെ ഇരിക്കുമ്പോ കുഞ്ഞിന് ഒരു മരത്തണലിൽ ഇങ്ങനെ ഹന്നാ ബീവി ഇരിക്കുകയായിരുന്നു. മക്കളില്ലാത്ത വിഷമുണ്ട്, വാർദ്ധക്യം അങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മരത്തിന്റെ മുകളിൽ ഒരു തള്ളപ്പക്ഷി അതിന്റെ കുഞ്ഞിനിങ്ങനെ തീറ്റ കൊടുക്കുന്നത് ഇങ്ങനെ കണ്ടു. ഇതിങ്ങനെ കണ്ടപ്പോ വളരെ ഫീൽ ചെയ്തു മഹദിക്ക്. അവിടുന്ന് ഒരു കുട്ടിയെ കിട്ടാനുള്ള ഒരു വല്ലാത്ത ആഗ്രഹം മനസ്സിൽ ഒന്നുകൂടി മുളപൊട്ടാണ്. അള്ളാഹുവിനോട് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. ചില ദൃഷ്ടാന്തങ്ങളൊക്കെ കാണുമ്പം പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. അവർക്ക് ഗർഭമുണ്ടായി. ആ കുട്ടി ഇനി അള്ളാഹു കനിഞ്ഞേകി തന്നതാണല്ലോ. ആ കുട്ടിയെ എന്ത് ചെയ്യണം? പള്ളിയിലേക്ക് നേർച്ചയാക്കുക. ആ കുഞ്ഞിന് ജന്മം നൽകപ്പെട്ടിരിക്കുന്നു. അല്ലാഹ് ആ ജന്മം നൽകപ്പെടുന്ന സമയമായപ്പോഴേക്ക് ഭർത്താവ് മരണപ്പെട്ടുപോയി. കഷ്ടപ്പാടാണ്. കുറെ കാലം കുട്ടികളില്ലാതിരിക്കുക. കുട്ടികൾ പിന്നെ ആവുമ്പോ അത് കാണാൻ ഭർത്താവില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതോ എത്രയാ. അങ്ങനെ മഹദി എന്ത് ചെയ്തു? ഭർത്താവ് മരണപ്പെട്ട് യതീംകുട്ടിയായിട്ടാണ് ഇനി ജനിക്കാൻ പോവുക. ആ കുട്ടിയെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് നേർച്ചയാക്കി. കണ്ടോ, ദീനീ ഖിദ്മക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചു. അൽഹംദുലില്ലാ ദഅവാ കോളേജൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളെ മക്കളൊക്കെ ദീനീ ഖിദ്മക്ക് വേണ്ടി നമ്മൾ ഒഴിഞ്ഞു വെക്കുന്നുണ്ട്. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അത് ഇസ്രായേൽക്കാർക്ക് ഉണ്ടായിരുന്നു. അവരത് നബിമാർ ഏറ്റവും കൂടെ വന്ന സമൂഹമാണ്. അവർക്കിടയിൽ ഇങ്ങനത്തെ ക്വാളിറ്റി ഉണ്ടായിരുന്നു. പള്ളിയെ പരിപാലനത്തിന് കുട്ടികളെ നേർച്ചയാക്കി. അന്നേ പെണ്ണ് പള്ളിയിൽ പോയില്ല. മുമ്പേ അങ്ങനെ തന്നെ. ഇപ്പൊ കുറച്ച് 4 വഹാബികൾ വന്നിട്ടാണ് പെണ്ണുങ്ങളെ അടുക്കളയിൽ തന്നെ ഓല് ഉപ്പിട്ടിട്ടും പഞ്ചസാര ഇട്ടിട്ടും ഇങ്ങോട്ട് എത്തിയില്ല. എന്നിട്ട് പിന്നെ ഒരു പള്ളിക്കും കൂടി കൊണ്ടുവന്നുള്ള അവസ്ഥ എന്തേക്കാരം അല്ലേ? പഴയന്മാരൊന്നും ആ ഒരു ആവേശം പുതിയ ആൾക്കാർക്ക് ഉണ്ടാവില്ല. ഒരു റെസിപ്പി കാണിച്ചു കൊടുത്ത് അത് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത് 4 മണിക്കൂർ കൊണ്ട് ഒരു പഴംപൊരിയൊക്കെ ഉണ്ടാക്കും. റെസിപ്പി പറഞ്ഞ വയസ്സായന്മാര് മനസ്സിലായ എനിക്കറിയില്ല. എന്നാല് നമ്മളാ പഴയന്മാരൊക്കെ ചടപടാറിട്ട് അത്താഴൊക്കെ ഉണ്ടാക്കി അതിന് കറിയൊക്കെ 1/2 മണിക്കൂർ ഉണ്ടാക്കണം. ആ ആവേശമൊന്നും ആർക്കില്ല. ആരോഗ്യമൊക്കെ ഉണ്ടാവും. കാരണം ഓല് തിന്നണേറെ മന്തി അതൊക്കെ പോലെ തിന്നുന്നുണ്ട്. മറ്റേ ആൾക്ക് ആ കഞ്ഞിവെള്ളമൊക്കെ കുടിച്ചിട്ടുള്ള ആ ആരോഗ്യം അത് ഭയങ്കര സംഭവമാണ്. അത് ബർക്കത്തിന്റെ ഒരു കുറവാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ പണ്ടേ പള്ളി പോകുന്നൊരു പരിപാടി ആർക്കില്ല, സ്ത്രീകൾക്കില്ല. അപ്പൊ എന്ത് ചെയ്തു? പ്രതീക്ഷിച്ചതിന് വിപരീതമാണല്ലോ സംഭവിച്ചത്. ബാപ്പ മരിച്ചു, കുട്ടി പെൺകുട്ടിയാണ്. എന്നാലും മഹദി നന്ദി പറഞ്ഞു. മറിയം എന്ന് പേര് നൽകി. മറിയം എന്ന് പറഞ്ഞാൽ ശുശ്രൂഷിക്കുന്ന ആള്, പരിപാലിക്കുന്ന ആള് എന്നൊക്കെ. പള്ളിയുമായി ബന്ധപ്പെട്ട ആള് എന്ന നിലക്കാണ് ആ പേര് നൽകിയത്. ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയാണ്, ആൺകുട്ടി പെൺകുട്ടിയെ പോലെയല്ലല്ലോ എന്ന് ഖുർആനിൽ ഒരിടത്ത് ഇങ്ങനെ ആശയം കാണാം.
എന്നിട്ട് മഹദി ദ്വാരക്കുന്നുണ്ട്, അബ്ബിന്നി ഉഈദുഹാ വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. കുട്ടി ജനിച്ചാൽ ഇത് ഈ ആയത്തോതണമെന്ന് ബുശ്റൽ കരീം എന്ന ഫിഖഹിന്റെ കിതാബിൽ പ്രത്യേകം എടുത്തു പറയുന്നത് കാണാം. ഈ ആയത്തോതിയാൽ ആ കുട്ടിയെ തൊട്ടും സന്താന പരമ്പരയെ തൊട്ടും ശൈത്താൻ കാവൽ കിട്ടുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ചില ടിപ്സുകളൊക്കെ ഉമ്മമാര് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഒരു ഭർത്താവായി വരുന്ന ഒരു സഹോദരൻ, ആ സഹോദരൻ ആദ്യ കാഴ്ചയിൽ എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ നട്ടന്തിരിയാണെങ്കിൽ പെൺകുട്ടി പറഞ്ഞു കൊടുക്കണം, ആദ്യമായി ചെയ്യേണ്ടതിന്റെ തലയിൽ കൈവച്ചിട്ട് ബാറക്കല്ലാഹു ലക്കുമാ, ഞങ്ങൾ രണ്ടാൾക്കും ഫീ കുല്ലി വാഹിദിൻ മിന്നാ ബാറക്കല്ലാഹു ഫീ കുല്ലി വാഹിദിൻ മിന്നാ, ഞങ്ങൾ ഓരോരുത്തർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് തലയിൽ കൈവക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സുന്നത്താണ്. ജീവിതത്തിൽ ഒരു തവണയെ ചെയ്യാൻ കഴിയൂ. ചെയ്യാത്തവരൊക്കെ കള്ളാവ് കിട്ടിയാൽ മതി. നാളെ ദിവസം മജ്‌ലിസിൽ വന്നപ്പോ പിന്നെ ഒരു ഭർത്താവ് വന്നിട്ട് പറഞ്ഞു, പെണ്ണുങ്ങൾക്ക് എന്തൊക്കെ തലയിലൊക്കെ കയ്യക്കലൊക്കെ എന്താ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത, കള്ളാവ് കിട്ടിയതാ പോയിട്ട്. പണ്ട് ചെയ്യാൻ മറന്നുപോയി. സുന്നത്തും കള്ളാവ് വിട്ടല്ല, ഞാൻ ആരെങ്കിലും പോയി ചെയ്തിട്ട് അടി ഉണ്ടാക്കണ്ട, വേറെ അടി ഉണ്ടാക്കണ്ട. അപ്പൊ ഇതൊക്കെ പെൺകുട്ടികൾക്കും ബോധമുണ്ടാവണം. അല്ലാതെ പുതിയ കാലഘട്ടത്തിലെ യൂട്യൂബേഴ്സ് പറഞ്ഞു തരുന്നത് പോലെയുള്ള ഒരു ലൈഫ് സ്റ്റൈലല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നൊരു ശൈലിയുണ്ട്. അതാണ് ഇവിടെ മഹദി. അതാ ആ ആയത്ത് ഖുർആനിലുണ്ട്, റബ്ബി ഇന്നി ഉഈദുഹാ ബിഹാ വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. ഈ കുട്ടിയെ തൊട്ട് റബ്ബേ ശൈത്താൻ നിന്ന് നിന്നോട് കാവലിനെ തേടുന്നു എന്ന ആയത്തോതണം. ആ ആയത്തോതിയാൽ ബാങ്കു ഇഖാമത്തൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ആ കുട്ടിയെ തൊട്ട് ആ കുട്ടിയുടെ സന്താന പരമ്പരയെ തൊട്ടും ശൈത്താന്റെ കാവല് കിട്ടുന്നതാണ്. മുഴുവൻ കാവലിട്ടല്ലേ, അത് നമ്മളെ ഇഖ്ലാസ് അനുസരിച്ച്. ഭാഗികമായിട്ടെങ്കിലും കാവല് കിട്ടും. നമ്മൾ ആവറേജുകാരോതിയാൽ അതിന് നമ്മൾ ഓതണം. സൂറത്ത് മറിയമിലൊക്കെ ഉണ്ടായത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല ഗൂഗിളിൽ അറബിക്ക് ഫോണ്ട് ഉണ്ടെങ്കിൽ മൊബൈലിൽ അടിച്ചാൽ മതി, റബ്ബി ഇന്നി ഉഈദുഹാ, ആയത്ത് ഇങ്ങനെ വരും. എന്നിട്ട് കാണാൻ പഠിച്ചാൽ മതി. ഇന്ന് നമുക്ക് കാണാൻ പഠിച്ചണമെങ്കിൽ ഈ മൊബൈൽ എടുത്താൽ മതി. ഖുർആൻ തന്നെ അതിനിപ്പോൾ ഒന്നും വേണ്ടേ എന്ന് സ്ക്രീനിൽ ഇത് തൊടാൻ വന്നാൽ മതി. അപ്പോൾ പറഞ്ഞു വരുന്നത് ആ ആയത്തുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം മരുമക്കൾക്കും മക്കൾക്കൊക്കെ. നമ്മളെ തലമുറ നന്നാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല ക്ഷമയുള്ളവരാവണം, നല്ല അറിവുള്ളവരുമാവണം, സൽഗുണസമ്പന്നയായ സ്ത്രീ. അങ്ങനെ പിശാചിൽ നിന്ന് കാവൽ ചോദിക്കുന്ന സന്ദർഭം ഖുർആൻ പറയുന്നു. സുബ്ഹാനല്ലാഹ്, പെൺകുട്ടിയായിട്ട് പോലും റബ്ബിനോട് ചെയ്ത വാക്ക് പാലിക്കാണ് ഹന്നാ ബീവി. അങ്ങനെ ബൈത്തുൽ മുഖദ്സിലേക്ക് അയച്ചു. അവിടെ ഒരു ചെറിയ ഒരു ടെന്റ് ഉണ്ടാക്കി കൊടുത്തോ. അള്ളാന്റെ മാർഗത്തിലാ കുട്ടിയാക്കുന്നത്. ആ കുട്ടിയെ റബ്ബ് ഏറ്റെടുത്തു. ഭർത്താവ് മരണപ്പെട്ടപ്പോ വാർദ്ധക്യകാലത്ത് ലഭിച്ച സന്തതി, ആ സന്തതി ലോകത്തെ അതാ ഭർത്താവില്ലാതെ മക്കളുണ്ടാവുന്ന അവസ്ഥയിലുള്ള അത്ഭുത സ്ത്രീയായി മാറി. മറിയം ബീവിയെ പറ്റി ഖുർആൻ പറയുന്നിടത്ത് നമ്മളോട് പറയേണ്ടത് പെണ്ണുങ്ങൾ നല്ല കാരക്കെന്നാണ്. അക്രിമു അമ്മത്തക്കുമുൻ നഖ്ല, നമ്മളെ അമ്മായി എന്നാ പറഞ്ഞത്. എന്തിനെ പറ്റി? കാരക്കയെ കുറിച്ച് അമ്മത്ത് എന്നാണ് പ്രയോഗിച്ചത്. അത്ഇമു നിസാഅകുമുൽ വുല്ലദ്,
ഗർഭമുള്ള സ്ത്രീകൾക്ക്, പ്രസവിച്ച സ്ത്രീകൾക്ക് നല്ല ഈത്തപ്പഴം കൊടുക്കണം. റുത്തബോ നല്ല പച്ചയോ ഉണങ്ങിയതൊക്കെ. അള്ളാഹുവിന്റെ അടുക്കൽ ഈ ഈത്തപ്പഴത്തെക്കാളും ബഹുമാനമുള്ള മറ്റൊരു എന്തില്ല, മരമില്ല എന്നൊക്കെ കാണും. ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ച മണ്ണിൽ നിന്ന് തന്നെയാണ് ഈത്തപ്പനെയും സൃഷ്ടിച്ചത്. അവിടെ നല്ല വലിപ്പുണ്ടാവും. ആദം നബിന്റെ അത്ര വലിപ്പുണ്ടാവും. അത് സ്ത്രീകളോട് പ്രത്യേകം കഴിക്കാൻ പറഞ്ഞിട്ട്. മറിയം ബീവിയുടെ ആ വിഷയത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മറിയം ബീവിനെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് അല്ലാഹു തആല ആ അള്ളാഹിനോട് കൊടുത്ത വാക്ക് പ്രകാരം ബഹുമാനപ്പെട്ട ഹന്നാ ബീവി നേർച്ചയാക്കി. നോക്കണം നിങ്ങള്, ഇപ്പൊ പല രക്ഷിതാക്കളോടും മോനെന്താ ഓതാൻ പറഞ്ഞേക്കും, പീടിയേക്ക് പോകാൻ വീട്ടിൽ ആരുമില്ല, എനിക്ക് തുണ ആരുമില്ല എന്ന് പറയുന്ന ഉമ്മമാർ. അവര് മറിയം ബീവിന്റെ ഉമ്മാന്റെ രീതി പഠിച്ചിട്ടില്ല. ഭർത്താവ് മരണപ്പെട്ട് വാർദ്ധക്യമായി ഉള്ള കുട്ടിയെ അതിനെ എനിക്ക് തന്നെ വേണം, എന്റെ കൂടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കാതെ ബൈത്തുൽ മുഖദ്ദസിന്റെ അടുക്കലുള്ള ഒരു ടെന്റിൽ ആരാധനാ നിമഗ്നയായി മഹദി കഴിഞ്ഞുകൂടി. അള്ളാഹുവിന്റെ പൊരുത്തവും സ്വീകാര്യതയുമാണ് അവർക്ക് മക്കളിൽ ഉണ്ടായിരുന്നത്. നമ്മൾക്ക് അങ്ങനെ ഒരു വീക്ഷണമാണ്. നമ്മുടെ മക്കളിൽ അള്ളാഹുവിന്റെ പൊരുത്തവും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയും, നമ്മളെ വീടിൽ അള്ളാഹുവിന്റെ പൊരുത്തവും അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്വീകാര്യതയും എല്ലാം അള്ളാഹുവിലേക്ക് ചേർത്ത് വെക്കാൻ ഒരു പെണ്ണിനെപ്പം കഴിയോ ആ പെണ്ണ് സൽഗുണ സമ്പന്നയോ. അത് പറയുമ്പോഴാണ് നമുക്ക് മഹദിയായ ഹാജർ ബീവി അലൈഹിസ്സലാം ആലോചിക്കുക, എന്താണ് ആ മഹദിയുടെ ബഹുമാനം. സഈ ചെയ്തവരില്ലേ കൂട്ടത്തില്, അല്ലേ? സഈ ചെയ്യല്ലേ നിങ്ങള്, അല്ലേ? പണ്ടൊരുമ്മ പറഞ്ഞു, ഞാൻ എന്നും ഇവിടെ അടുക്കളയിൽ സഈ ഉണ്ടായി, അതിനുള്ള പ്രതിഫലം തന്നാ മതിയായിരുന്നു. അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് പുറത്തുനിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും, അതിന് തൊട്ടിൻ്റെ അടുത്തേക്കും, അങ്ങനെ കുറെ സഹിയുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. സൽഗുണ സമ്പന്നയായ സ്ത്രീകളായി അള്ളാഹു നമ്മെ തെരഞ്ഞെടുക്കട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ യാത്ര ചെയ്ത സംഭവം സൂറത്തുൽ കഹ്ഫിൽ കാണാം. 3 ഘട്ടങ്ങളിൽ മൂസാ നബിക്ക് ക്ഷമിക്കാൻ കഴിയാതെ തിരിച്ച് ചോദ്യം ഉന്നയിച്ചപ്പോൾ, ഹദാ ഫിറാഖു ബൈനി വ ബൈനിക്, എന്റെയും നിങ്ങളുടെയും ഇടയിലുള്ള വേർപാടാണ്, ഇനി നിങ്ങളെ കൂടെ കൂട്ടാൻ പറ്റൂല എന്ന് ഗ്രേഡ് കുറഞ്ഞ ഖിളർ നബി ഗ്രേഡ് കൂടിയ മൂസാ നബിയോട് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാം വിനയാന്വിതനായി ചോദിക്കുന്നുണ്ട്, ഔസിനി, എനിക്കൊരു വസിയത്ത് തരുവോ, എനിക്ക് വസിയത്ത് തരൂ. എന്താ വസിയത്ത് തരാൻ പറഞ്ഞത്? എനിക്ക് നിങ്ങളൊരു വസിയത്ത് തരൂ, ഉപദേശം തരൂ. അപ്പോൾ ബഹുമാനപ്പെട്ട മൂസാ നബി കൊടുത്ത ഉപദേശം എന്താണെന്നറിയോ നിങ്ങൾക്ക്? മൂസാ നബിയേ, നിങ്ങൾ നല്ല ഉപകാരമുള്ള ആളാവണേ, നിങ്ങൾ നല്ല ഉപകാരമുള്ള ആളാവണേ, ജനങ്ങൾക്ക് ഉപകാരമാവണേ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മളേറ്റവും വലിയ ഉപകാരമല്ലേ? അല്ലേ? നിങ്ങൾ പറയൂ, നിങ്ങൾ ഉപകാരമല്ലേ? നിങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിന്നാൽ നമ്മളെ വീട്ടിൽ ആകെ പ്രശ്നമാവൂലേ? ആ നിലയ്ക്ക് നമുക്ക് അഭിമാനിച്ചുകൂടെ? അല്ലേ? നമ്മളെ വീട്ടിൽ നിന്ന് മാറിയുന്ന ആരാ നോമ്പൊക്കെ ഉണ്ടാക്കുക? നമ്മളെത്ര പണിയെടുക്കേണ്ട ഒരു ദിവസം? ആരെങ്കിലും അതിന് ശമ്പളം തരുന്നുണ്ടോ?
തരാൻ കഴിയോ? നമ്മൾ ഉപകാരമാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ നല്ല ഉപകാരമാവണം മൂസാ നബിയെ എന്ന് ഖിളിർ നബി അലൈഹിസ്സലാം മൂസാ നബിക്ക് ഉപദേശം നൽകുന്നുണ്ട്. പിന്നെ എന്താവരുത്? ദൊറാറാവരുത്. വലാ തകുൻ ദൊറാറാ, നിങ്ങൾ ആർക്കും ഉപദ്രവകാരിയാവരുത്. നോക്കൂ, നിങ്ങൾ ബഹുമാനപ്പെട്ട ശൈഖുന കോടുമ്പുഴ നമ്മുടെ ഉസ്താദ് അവർകള്, ആ ഉസ്താദ് അവർകള് ഈ മജ്ലിസൊക്കെ സംഘടിപ്പിച്ച് ഇതിന് വരുന്ന ഉസ്താദുമാർക്കൊക്കെ TA കൊടുത്ത് ഇങ്ങനെ പ്രവർത്തിക്കുന്ന എന്തിനാ? പേരെടുക്കാനാണോ? ആരെങ്കിലും ഉസ്താദിനോട് ചോദിക്കോ ഇങ്ങനെ പ്രവർത്തിക്കണം? ഇല്ലല്ലോ. പിന്നെന്തിനാ? ആരുടെയെങ്കിലും കൽബിൽ ഈമാനിന്റെ കണിക, അതുപോലെ വിജ്ഞാനത്തിന്റെ ശകലം അത് രൂഢമൂലമായി പ്രവർത്തനങ്ങളിൽ മാറ്റമുണ്ടായാൽ അക്കൂലി ഇൽമ പ്രചരിപ്പിച്ച കൂലി കിട്ടാനല്ലേ, അല്ലാതെ ഇതൊരു പരിശീലനത്തിന് വേണ്ടിയല്ലല്ലോ. അള്ളാഹുവിന്റെ അടുക്കൽ കൂലി കിട്ടണം എന്ന ലക്ഷ്യത്തിനല്ലേ. അപ്പൊ ഇത് ഉപകാരമാണ്. ഇൽമ പഠിപ്പിക്കുക എന്നുള്ള ഏറ്റവും വലിയ ഉപകാരമാണ്. നമ്മുടെ ഉസ്താദുമാരൊക്കെ ശമ്പളം വരെ വാങ്ങാതെ ഇൽമ പഠിപ്പിക്കുന്നവരാണല്ലോ. അള്ളാഹു അവരെ ബർക്കത്ത് കൊണ്ട് നമ്മളെ കൂടി നന്നാക്കി തരട്ടെ. ഇവർക്ക് ഇൽമ പ്രചരിപ്പിക്കണം, ഇൽമ പറയണം, ഇൽമ ജനങ്ങളിലേക്ക് എത്തിക്കണം. നമ്മുടെ ഉസ്താദ് അവർകൾ എത്ര കിറ്റുകൾ കൊടുക്കുന്നു. എന്തിനാ അതൊക്കെ കൊടുക്കുന്നത്? ആളുകൾ അതൊക്കെ വായിച്ചിട്ട് നഫ് ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടല്ലേ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ആയുസ് നൽകുമാറാവട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ആയുസ് പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഖിളിർ നബി അലൈഹിസ്സലാം നൽകിയ ഉപദേശമാണ്, നിങ്ങൾ ദറാറാവരുത്, നിങ്ങൾ നഫ്ഫാ ആകണം, നിങ്ങൾ ബശാഷിയുൽ വജ്ഹ്, മുഖപ്രസന്നത ഉള്ള ആളാവണം. നമ്മളെ കുടുംബത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നവർക്ക് മുഖം കൊടുക്കുമ്പോൾ നമ്മളെ എങ്ങനെയാവണം? മുഖപ്രസന്നതയോടെ കൂടിയായിരിക്കണം. ആരോടും മുഖം ചുളിച്ച് സംസാരിക്കരുത്, സന്തോഷം കൊടുക്കണം. ഫുളൈൽ ഇബ്നു ഇയാദ് ഒരിക്കൽ പറഞ്ഞു, ഒരാളുടെ മനസ്സിൽ സന്തോഷം കൊടുക്കൽ വയസ്സ് മുഴുവൻ ഇബാദത്ത് എടുക്കുന്നതിനേക്കാളും എനിക്ക് താല്പര്യമാണ്, എനിക്കിഷ്ടപ്പെട്ടതാണ്. വൈകുന്നേരം നല്ല വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് അതാ സന്തോഷം കൊടുക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ഉമ്മമാരെ നിയ്യത്ത് നന്നാക്കിയാൽ, നിങ്ങൾക്ക് ആ സന്തോഷം കൊടുത്താൽ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പറഞ്ഞതുപോലെ ആ വലിയ ഇബാദത്തിന്റെ കൂലി കിട്ടും. അല്ലാഹു ആ കൂലി നൽകപ്പെടുന്നവരിൽ നമ്മളെയും, അതുപോലെ നമ്മളെ ഉമ്മമാര്, കുടുംബങ്ങൾ, പെങ്ങന്മാര്, ആരൊക്കെ വീടകങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടോ, നമ്മളിവിടെ പഠിച്ച കാലത്തെ ഭക്ഷണം തന്നവരടക്കോ, അല്ലാ നീ ഉൾപ്പെടുത്തണേ, അല്ലാ നീ ഉൾപ്പെടുത്തണേ, അല്ലാ നീ കബൂലാക്കണേ, അല്ലാ. അവിടെ ഇമാമിങ്ങൾ ആ വിഷയം പറഞ്ഞിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഇത്തികാഫിന് വലിയ കൂലിയാണല്ലോ ഉമ്മമാരെ. സൽഗുണസമ്പന്നയായ സ്ത്രീകളുടെ മക്കള് ഇത്തികാഫിന് വരാൻ നിങ്ങൾക്കൊന്ന് പ്രേരിപ്പിച്ചുകൂടെ? സൽഗുണസമ്പന്നയായ സ്ത്രീയുടെ ഭർത്താവ് ഒന്ന് ഇത്തികാഫിരിക്കാൻ ഒന്ന് പ്രേരിപ്പിച്ചൂടെ? ഒരൊറ്റ ഇത്തികാഫിന് എത്രയാ കൂലി എന്നറിയോ? ഇത്തികാഫിന്റെ സമയമാണല്ലോ. ഉസ്താദ് അവർകള് ഇത്തികാഫിലാണല്ലോ. ഇത്തികാഫിന്റെ കൂലി മശ്രിഖിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള അത്ര ദൂരം കിടങ്ങുകൾ 3 എണ്ണം, ഒന്നല്ല, ഒരൊറ്റ ഇത്തികാഫിന് 3 കിടങ്ങുകൾ നരകത്തിന്റെയും ഇത്തികാഫിരിക്കുന്നതിന്റെയും ഇടയിൽ അല്ലാഹു നിശ്ചയിക്കുന്നതാണ്. ഞങ്ങൾക്ക് ഏതായാലും കിട്ടൂലല്ലോ. ഞങ്ങൾക്കെങ്ങാനും കിട്ടീനെ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടാവുള്ളൂ. ഇപ്പം നമുക്ക് വലിയ വർത്താനൊക്കെ പറയാം. ഇത്തികാഫ് കിട്ടിയോക്കണം, അപ്പം നിങ്ങളെ കാണൂല.
അപ്പോ നമ്മളെ വീട്ടിലുള്ളവർക്ക് ആ ഒരു കൂലി നമുക്ക് കൊടുക്കണ്ടേ? നമ്മളെന്ത് ചെയ്യാ? നല്ല രാവിലെ ഭക്ഷണം കഴിച്ച് മൂപ്പരെ പറഞ്ഞേക്കാം, നിങ്ങൾ പള്ളിയിൽ പോയിക്കോളി, പണിക്ക് പോകണ്ട. അതിനിപ്പോൾ എനിക്ക് ചുരിദാറിൻ്റെ നീളം കുറഞ്ഞാലും പ്രശ്നമില്ല, അല്ലെങ്കിൽ പർദ്ദ കുറച്ച് ഡിസൈൻ കുറഞ്ഞാലും പ്രശ്നമില്ല, നിങ്ങൾ പള്ളിയിൽ പോയിക്കോളി. നിങ്ങൾക്ക് നരകത്തിൻ്റെയും നിങ്ങളുടെയും ഇടയിൽ 3 കിടങ്ങ്, ഒരൊറ്റ കിടങ്ങിൻ്റെ ദൂരം മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിലുള്ള അത്ര ദൂരം. അങ്ങനെയൊക്കെ തന്നെയല്ലേ പ്രതിഫലം നമുക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. എന്താണ് ആ പ്രതിഫലമൊക്കെ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾക്കല്ല, ഞങ്ങളെ ഭർത്താക്കന്മാർക്കും മക്കൾക്കൊക്കെ. അപ്പൊ ഇത്തിക്കാഫിന്റെ കൂലിയ. ആ ഇത്തിക്കാഫിന്റെ കൂലി പറഞ്ഞെടുത്ത് കാണാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ട് മെല്ലെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അല്ലാഹു അവരെ ബർക്കത്ത് കൊണ്ട് നമ്മളെ തൃപ്തിപ്പെടുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവര് ഒരു ദിവസം പള്ളിയിൽ ഇത്തിക്കാഫിന് വന്നതാണ്, മദീന പള്ളി. അപ്പോൾ ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹം ഹസീനാണ്, ദുഃഖിതനാണ്, മുഖക്കാകെ മ്ലാനമായിട്ടുണ്ട്, വല്ലാത്ത ദുഃഖത്തോടുകൂടെയാ കാണുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ ചോദിച്ചു, എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സുണ്ടായാല് നമുക്ക് അയൽവക്കങ്ങളിലൊക്കെ സാന്ത്വന പ്രവർത്തനം നടത്താൻ പറ്റും. 2005 സഖാഫീസ് കൂട്ടായ്മ ഒരു നല്ലൊരു നന്മ ചെയ്തു. 2005 പഠിച്ച സഖാഫിമാരുടെ ഭാര്യമാരൊക്കെ മിസ് സഖാഫീസ് ഓല് അയൽപ്പക്കത്തേക്ക് കിറ്റ് ഉണ്ടാക്കി കൊടുത്തു. നമ്മക്ക് തന്നെ കിറ്റ് കിട്ടിയില്ല എന്നപ്പോ നമ്മള് പറയാം. പെരുന്നാൾ കിറ്റ് അയൽപ്പക്കങ്ങളിലേക്ക് എന്ത് ചെയ്ത്. അപ്പൊ കുട്ടികൾക്കൊക്കെ ഭയങ്കര ആവേശം. ഉമ്മാന്റെ വക അപ്പുറത്ത് കിറ്റ്. ഉമ്മ ആരോടാ ചോദിച്ചു? ഉമ്മന്റെ അഞ്ചത്തിനോട് 100 റുപ്യ ചോദിച്ചു. ഉമ്മ പിന്നെ വേറെ ആരോടാ ചോദിച്ചു? ഉമ്മ ഭർത്താവിനോട്, നിങ്ങൾ 100 റുപ്യ ആയിട്ടാണ്. ഉമ്മാന്റെ അടുത്ത് പോയപ്പോ അവിടുന്ന് 100 റുപ്യ വാങ്ങി. ആങ്ങളാരോട് 3 ആളോട് പറഞ്ഞു 700 റുപ്യന്റെ കിറ്റ്. ആർക്ക്? അയൽവാസികൾക്ക്, പാവപ്പെട്ടവർക്ക്. പുതിയ നല്ല പ്രവണത. പഴയ കാലത്തൊക്കെ നമ്മൾ ഉപ്പില്ലാത്തതും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞയച്ചു കൊടുത്തിരുന്നു. ഇപ്പം പുതിയൊരു കാലത്ത് നമുക്ക് അങ്ങനത്തെ കിറ്റുകളൊക്കെ കൊടുക്കാറുള്ള പ്രോത്സാഹനം ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു. അപ്പൊ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വന്നപ്പോൾ ഒരാൾ ദുഃഖിതനായിരിക്കുമ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാലക യാ അഖി, എന്തു പറ്റി നിനക്ക്? ദുഃഖമുണ്ടല്ലോ മുഖത്ത്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ അവസരം ഉണ്ടാക്കിയെടുക്കാം. ഞാനും നിങ്ങളൊക്കെ ആണെങ്കിലോ എന്നെ പറ്റി പറയാൻ, നമ്മള് ഒരാളോട് കടം കൊടുക്കാനുള്ള അവസരം കിട്ടിയാൽ പൈസ ഉണ്ടെങ്കിൽ പോലും ഓപ്പ വരുന്നേ ഓൻ്റെ ആ തലയും ചൊറിഞ്ഞിങ്ങനെ ആ വരവ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഓനൊരു 1000 റുപ്യ കടം ചോദിക്കാൻ വരികയാണ്. എന്നാ അത് ചോദിക്കാക്കാൻ വേണ്ടി ഇല്ലാന്ന് പറഞ്ഞ് കളവ് പറയണ്ടല്ലോ, അങ്ങോട്ട് ചോദിക്കുവാനോട് 2000 റുപ്യ അങ്ങോട്ട് കടം തന്നു. ഇങ്ങോട്ട് ചോദിക്കാൻ വരുമ്പോ അങ്ങോട്ടോട് ചോദിക്കാം. അപ്പൊ കരുതെന്തേ ഇയാളെന്നെ കുടുങ്ങിക്കഴിഞ്ഞിപ്പോ ഇയാളോട് വെച്ചിട്ടേ ഇല്ല. അങ്ങനെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുക ഞാനും നിങ്ങളൊക്കെ ചെയ്യാം. ഞാനിട്ട് നിങ്ങളെ കുറ്റം പറഞ്ഞില്ലേ, നിങ്ങളിവിടെ വീട്ടിലെ പണിയൊക്കെ ഇടങ്ങാറായി ഉറക്കം കൂടി 1 മണിക്കൂർ കുറച്ചിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങളെ കുറ്റം പറഞ്ഞാലോ? നിങ്ങൾ ഉഷാറാ, അള്ളാഹു നിങ്ങളൊക്കെ ഉഷാറാക്കട്ടെ, നമ്മളൊക്കെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആരെങ്കിലൊക്കെ കൈലൂലത്തിന്റെ ഉറക്കമുണ്ടെങ്കിൽ വിളിച്ചണ്ട, സുന്നത്താണ്. അപ്പോ ആ മനുഷ്യൻ ഇങ്ങനെ ദുഃഖിതനായപ്പോ ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, ഞാൻ പുറത്തിറങ്ങി ആരോടെങ്കിലും നിങ്ങളുടെ വിഷയത്തിൽ സംസാരിക്കട്ടെ, എന്താണ് നിങ്ങളെ വിഷമെന്ന് പറയുന്നു. അദ്ദേഹം പറഞ്ഞു, ലീ ഹഖ്ഖുൻ, എനിക്ക് ഒരു ഹക്ക് കൊടുക്കാനുണ്ട്, വേറൊരാൾക്ക് കൊടുക്കാനുണ്ട്. അത് കൊടുക്കാനുള്ള അവധിയൊക്കെ എത്തിയിട്ടുണ്ട്, പൈസ കയ്യിൽ കിട്ടിയിട്ടില്ല. ആ ദുഃഖത്തിലാ ഞാനുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അപ്പോഴാ ചോദിച്ചത്, ഞാൻ ആരോടെങ്കിലും ചോദിച്ചു വാങ്ങി തന്നാ മതിയോ? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വന്നാൽ വലിയ ഉപകാരമായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ മുഫസ്സിറാണ്, പള്ളിക്ക് ഇത്തികാഫ് ഇരിക്കാൻ വന്നതാ.
ബഹുമാനപ്പെട്ടവരെ അപ്പ ഇറങ്ങി അവിടുന്ന് നേരെ ഇറങ്ങി ഈ മനുഷ്യനെയും കൊണ്ട്. എന്നിട്ട് 2-3 ആളോട് ചോദിച്ച് ആ പൈസ കൊടുക്കുമ്പോ ഇറങ്ങണ ഇറക്കത്തിന് ഈ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ ഇപ്പൊ ഉള്ള ഇബാദത്ത് നിങ്ങൾ മറന്നുപോയോ? നിങ്ങളെ എത്തിക്കാഫിന്റെ നിയ്യത്ത് വെച്ചില്ലേ? എല്ലാത്തിനും അങ്ങനെ എത്തിക്കാഫ് ചെയ്താലേ ഇറങ്ങാൻ പറ്റൂലല്ലോ, വീട്ടിൽ പോകാൻ പറ്റൂല. എത്തിക്കാഫിന്റെ നിയ്യത്ത് വെച്ചാല് ഒതുടുക്കാൻ പോവാ, മൂത്രയിക്കാൻ പോവാ, ബാക്കി ബാത്റൂം കാര്യങ്ങൾക്ക് പോവാ എന്നതിലുപരി പിന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയ എത്തിക്കാഫ് മുറിയും, പിന്നെ രണ്ടാമത് എത്തിക്കാഫിന്റെ നിയ്യത്ത് വെക്കണം. അപ്പോ നിങ്ങൾ ചെയ്യണ പണി നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ അത് മറന്നുപോയതാണോ എന്റെ വിഷയത്തിൽ ഇറങ്ങിയത്? അപ്പോഴാണ് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അള്ളാന്റെ ഹബീബ് വഫാത്തായി കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അള്ളാന്റെ റസൂലിന്റെ ഖബറിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ സമയത്തു മിൻ സാഹിബി ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്ന മഹാനരായ നേതാവിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ആരെങ്കിലും ഒരു സഹോദരന്റെ ആവശ്യത്തിൽ നടന്നാൽ, എന്നിട്ട് ആ സഹോദരന്റെ ആവശ്യം നിർവഹിച്ചു കൊടുത്താൽ, അത് എന്താണ്? ഈ എന്റെ പള്ളിയിൽ 20 കൊല്ലം ഏത്തിക്കാഫിരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് മദീന പള്ളിയിൽ. അപ്പൊ നിങ്ങൾക്കൊന്നും ഇനി ഏത്തിക്കാഫില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. എല്ലാവർക്കും അതിൽ ഏത്തിക്കാഫ് ഒരു ഖൈർ ഒരാൾക്ക് ചെയ്തു കൊടുക്കും. നിയ്യത്ത് നന്നാക്കുക. അള്ളാഹു നിയ്യത്ത് നന്നാവുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് ആ രാവിലെ കഷ്ടപ്പെടുന്നതുണ്ടല്ലോ, 4 മണി 3:30 എണീറ്റ് കഷ്ടപ്പെടുന്നത് ഇല്ല. നിങ്ങളൊക്കെ 3:00 എണീറ്റിട്ട് അത്താൻ കഴിക്കല്ലേ? സുന്നത്തല്ലേ? സുന്നത്താണ്. അതിന് വീട്ടില് ഈ നോമ്പ് വെൽക്കാത്ത ആളെയും കഴിപ്പിക്കണം. അതൊരു സുന്നത്താന്ന് പറഞ്ഞ ഭക്ഷണ. അവര് പകലിങ്ങനെ കഴിക്കാറിനത് പാടില്ല, ഹിംസാക്ക് വേണല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാരും വീട്ടുകാരൊക്കെ കഴിപ്പിക്കണം. ആ അത്താഴത്തിന് വേണ്ടി രാത്രി കഷ്ടപ്പെട്ടില്ലേ നമ്മൾ തറാവി കഴിഞ്ഞിട്ട്? ഇല്ലേ സഹോദരിമാരെ? ഉണ്ടല്ലോ. അതൊരാൾക്ക് ഉപകാരല്ലേ, അതൊരാൾക്ക് ഖൈറല്ലേ? നിങ്ങൾ നിയ്യത്ത് ചെയ്തൂടെ? നിങ്ങൾക്ക് ഇത്തിക്കാഫിന്റെ കൂലി കിട്ടണം, അതും മദീന പള്ളിയിൽ 1-2 അല്ല 20 കൊല്ലം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒക്കെ ഉണ്ടാവണമെങ്കിൽ നല്ല അറിവ് വേണം, അവബോധം വേണം, അതോടൊപ്പം ഓർമ്മകൾ വേണം, മറവികളില്ലാത്ത നല്ല ജീവിത സെറ്റപ്പ് വേണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. പിന്നെ നോക്കൂ, നിങ്ങൾ അസർ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജുസ് പോലും ഓതാൻ കഴിയുന്നില്ല ഉസ്താദേ. എന്താണ്? നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു ഇഫ്താറിന്റെ സമയത്ത് ഒരു ദുആയുണ്ടല്ലോ, ആ ദുആക്ക് പോലും കഴിയുന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. എന്തെയും അപ്പോഴൊക്കെ നിങ്ങൾ പണിയിലാണല്ലോ. അതിനെന്റെ ഉമ്മമാരെ, നിങ്ങളൊരു കാര്യം ചെയ്യണം, ആ പണിക്കു അള്ളാഹുവിന്റെ അടുക്കൽ കൂലി പ്രതീക്ഷിക്കണം, കൂലി ആഗ്രഹിച്ചിട്ട് ചെയ്യണം. കാരണം ഇത്തിക്കാഫിന്റെ കൂലിയാണ് മറ്റുള്ളവർക്ക് ഉപകാരമായാൽ അത് നിങ്ങളെ ബോധത്തിലുണ്ടാവണം. അപ്പം നിങ്ങൾ ചെയ്യുന്ന പണികളൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ വലിയ കൂലിയായി നാളെ എഴുതപ്പെടും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇത്തിക്കാഫിന്റെ കൂലിയാണ് എന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഉണ്ടോ നിങ്ങൾ? ഇത്തിക്കാഫിന്റെ കൂലി കിട്ടും. 1-2
ഈ ഹദീസ് പറയുമ്പോൾ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹുവിന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് കുറഞ്ഞ സമയങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. ആ ഓർമ്മയിൽ നിന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഈ ഖബറാളിയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങൾ ഇങ്ങനെ കരയാണ്. റസൂലുള്ളാഹിനെ ഓർത്തിട്ട് മൻ മശാ ഫീ ഹാജതി അഖീഹി, ആരെങ്കിലും തന്റെ സഹോദരന്റെ ആവശ്യത്തിൽ നടന്നാൽ വബലഗ ഫീഹാ, ആവശ്യം നിർവഹിക്കുകയും ചെയ്താൽ കാന ഖൈറൻ മിൻ ഇഅ്തികാഫി 10 സിനീൻ, 10 വർഷം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും അത് ഖൈറാണ്. 20 10 വർഷം. 10 വർഷം എവിടെ ഇരിക്കാം? മദീനത്തെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും ഖൈറാണ് ഒരാളെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയിട്ടത് പൂർത്തിയാക്കി കൊടുക്കുക. 30 നാളിലും നിങ്ങളുടെ വീട്ടുകാരനായ ഭർത്താവ്, നിങ്ങളെ പ്രായമുള്ളതോ ഇല്ലാത്തതോ ആയ മക്കള്, നിങ്ങളെ പെൺമക്കൾ ഉമ്മാന്റെ അടുക്കൽ നിൽക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് തുറക്കാനുള്ളതുണ്ടാക്കുമ്പോ ആവശ്യം നിർവഹിക്കലല്ലേ പെങ്ങളെ? നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം തരാനും അല്ലാഹു തയ്യാറാണ്. പക്ഷെ നെയ്യത്തൊന്ന് മാറ്റിപ്പിടിക്കണേ. 10 വർഷം ഇബാദത്ത് ചെയ്ത കൂലിയാണ്. എവിടെ ഇഅ്തികാഫിരുന്ന കൂലി? മദീനത്തെ പള്ളിയിലെ. എന്നിട്ട് ഇഅ്തികാഫിനെ പറ്റി മഹാനവറുകൾ പറയാണ്, വമൻ ഇഅ്തഖഫ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി തആല, അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ച് ഒരു ദിവസം ഒരാൾ ഇഅ്തികാഫിരുന്നാൽ അതിന് കിട്ടുന്ന കൂലി എന്താണെന്നറിയോ? ജഅലല്ലാഹു ബൈനഹു വ ബൈനന്നാർ, നരകത്തിന്റെയും അവന്റെയും ഇടയിൽ അല്ലാഹു ആക്കും 3 ഖനാദിഖ, 3 കടങ്ങൾ സംവിധാനിക്കും. അബ്അദമാ ബൈനൽ ഖാഫിഖീൻ, അത് മശ്രിഖിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള ദൂരമാണ്. അത്രയും അല്ലെങ്കിൽ അതിനേക്കാളും ദൂരമാണ് ഒരു കടങ്ങ്. അങ്ങനത്തെ കടങ്ങുകൾ ഉണ്ടാക്കും. അങ്ങനത്തെ കടങ്ങുകൾ അല്ലാഹു ഇഅ്തികാഫിരിക്കുന്നവന് സംവിധാനിക്കുന്നതാണ്. റബ്ബിന്റെ വലിയ ഔദാര്യം കൊണ്ട് നമ്മൾ ഒരുപാട് ആളുകൾക്ക് ഉപകാരമാവുന്നുണ്ട്. ആ ഉപകാരമാവുന്നതൊക്കെ നമുക്ക് ഇഅ്തികാഫിന്റെ കൂലിയായി റബ്ബ് നമുക്ക് അംഗീകരിച്ചു തരട്ടെ. ഒരു പണിയിൽ ഏതായാലും നമ്മൾ ചെയ്യണം. ഏതായാലും വീട്ടുകാർക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. 2 നേരം ചുരുങ്ങിയത് നമ്മൾ ഉപകാരമാവുന്നുണ്ടോ? 2 നേരമല്ല. നമ്മൾ ഡ്രസ്സ് അലക്കി കൊടുക്കുന്നില്ലേ? അത് ഉപകാരമല്ലേ? നെയ്യത്ത് നന്നാക്കിക്കോളൂ. അപ്പൊ ഭാരം ഇങ്ങനെ കുറയും. നിങ്ങളിങ്ങനെ ഓരോ ഡ്രസ്സ് എടുക്കുമ്പോഴും പടച്ചോനെ, മദീനത്തെ പള്ളിയിൽ ഒരു 10 കൊല്ലം ഇഅ്തികാഫിരുന്ന കൂലി എനിക്ക് ഇഅ്തികാഫ് പറ്റില്ലെങ്കിലും എനിക്ക് തരണേ അല്ലാ. മനസ്സുകൊണ്ടെന്നെങ്കിലും തുറന്നു നോക്കൂ. ഞാനിവിടെ വന്നതും പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരപ്പെടണം. നിങ്ങൾ എത്ര കാലമായി കഷ്ടപ്പെടുന്നു, നല്ല കുടുംബിനികളായി ജീവിക്കുന്നു. അതിനൊക്കെ റബ്ബേ ഇഅ്തികാഫിന്റെ കൂലി തന്ന നമ്മൾ നരകം തൊടുവോ ഉമ്മമാരെ? ഇല്ലല്ലോ. അല്ലാഹു നമ്മളെ നരകത്തൊന്ന് കാത്തുരക്ഷിക്കട്ടെ. ചില ഓർമ്മകളാണ് എൻ്റെ പെങ്ങന്മാരെ. നമ്മളിങ്ങനെ അടുക്കളയിൽ വെന്തരിയുമ്പോൾ, ഏത് അടുക്കളയിലും AC ഫിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ആരെങ്കിലും വീട്ടിലെ അടുക്കളയിൽ AC ഉള്ളോ? അതിലൊന്ന് കൈ പൊക്കിയാണ്. കൈ വാട്സപ്പ് പൊക്കണമായി പൊക്കിയാൽ മതി. നിങ്ങൾക്ക് തമ്മിൽ അറിയാൻ. ആരെങ്കിലും വീട്ടിലുണ്ടോ അടുക്കളയിൽ AC ഉണ്ടോ? ഒന്ന് പറഞ്ഞാട്ടെ. ഉണ്ടെങ്കിൽ ഇല്ല. അവിടെ നെരിപ്പോട്, അതിങ്ങനെ ഗ്യാസിന്റെ സ്റ്റൗ ആണെങ്കിലും നാടൻ അടുപ്പാണെങ്കിലും അതിങ്ങനെ എരിയുകയല്ലേ. അതിന്റെ 70 ഇരട്ടി, അതിന്റെ 70 ഇരട്ടി. അല്ലാഹ്, ആ നരകത്തിൽ തൊടാതിരിക്കാനുള്ള മാർഗമാണ് ഇഅ്തികാഫ്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഇഅ്തികാഫായി ആയില്ലേ? ആയി. നമ്മളിനി കൂലി ആഗ്രഹിച്ച നമുക്കായി.
അള്ളാഹു നമുക്കത് പ്രതിഫലമുള്ള അമലായി തരട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്, ഭർത്താവ് ക്ഷീണിച്ചു വന്ന് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത്, എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കിയ കറിനെ പറ്റി മോശം പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ? ചായയും കൊടുത്ത്, ജ്യൂസും കൊടുത്ത്, ഫ്രൂട്ട്സ് ചെത്തി കൊടുത്ത്, അതേപോലെ പിന്നെന്തൊക്കെ നിങ്ങൾ കൊടുക്കല്? പൊരിച്ചതും കൊടുത്ത്, കരിച്ചതും കൊടുത്ത്. അതിനൊന്നും മൂപ്പരെ കുറ്റം പറഞ്ഞില്ലല്ലോ. ഇത് മാത്രമല്ല കുറ്റം പറഞ്ഞിട്ടുള്ളൂ. ഉഷാറങ്ങൾ ആള് ഉഷാറാട്ടോ. കറി മാത്രല്ലേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊന്നും പ്രശ്നമില്ലല്ലോ. ബാക്കിയൊന്നും പ്രശ്നം ഉണ്ടെങ്കിൽ പറയില്ലേ? പറഞ്ഞില്ലല്ലോ. അൽഹംദുലില്ലാ. അത്രയൊക്കെ തന്നെ ചിലപ്പോൾ ഒരാൾക്ക് കഴിയുള്ളൂ. അൽഹംദുലില്ലാ. ഖൈർ, നിങ്ങൾക്ക് അല്ലാഹ് ഖൈർ തരട്ടെ. അങ്ങോട്ട് തിരിച്ചു തുറന്നു കൊടുക്കുക. നമ്മൾ അങ്ങോട്ട് പറഞ്ഞാലോ നല്ല ഉഷാറായിക്കാരോടെ, നല്ല നോമ്പറായിക്കാരോ, നല്ല അടിപൊളി നോമ്പറാവും. അപ്പോ ഇനി നമ്മളെ ഭർത്താക്കന്മാർക്കും വേണ്ടേ ഇത്തിക്കാഫ്? ഓൽക്കും കിട്ടണ്ടേ ഇത്തിക്കാഫ്? വേണ്ടേ? വേണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അവസാനത്തെ 10 ഒരു ദിവസം പള്ളിയിൽ പോയി നിൽക്കാൻ പറയും. പള്ളിയിൽ പോയി കടന്നുറങ്ങണ്ട. പള്ളിയിൽ പോയിട്ട് നല്ല രാവിലെ പള്ളിക്ക് അത്താഴം കഴിപ്പിച്ചിട്ട് ഏതെങ്കിലും ഒരു ഉമ്മ ഈമാനുള്ള ഉണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം സ്വർഗത്ത് വേണം. എനിക്കതായാലും അടുക്കളയെന്ന് ഇത്തിക്കാഫിന്റെ കൂലി ഇട്ടുണ്ട്. 2 നേരം കിട്ടും. അലക്കി കൊടുക്കുമ്പോൾ അലക്ക് കല്ലൊന്നും ഇത്തിക്കാഫിന്റെ കൂലി ഇട്ടുണ്ട്. അപ്പോ ഭർത്താവിന് കിട്ടണം, ആങ്ങൾക്ക് കിട്ടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ മെസ്സേജ് കൊടുക്കണം. എന്താ കൊടുക്കണം? ഒരു ദിവസം പള്ളിയിൽ പോവാം. രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് സുബൈക്ക് പോയാൽ എന്നിട്ട് അവിടെ തന്നെ കൂടുക. വൈകുന്നേരം ചെറിയൊരു പാത്രത്തിലാക്കി ഇങ്ങനെ നിലമിനിയാന്ന് ഞാൻ ക്ലാസ് എടുത്തവൻ്റെ നാട്ടിൽ തന്നെ. അപ്പോൾ ഒരു ആള് പറഞ്ഞ്, നിങ്ങൾ ഏത്തിക്കാവിനെ പറ്റി പറഞ്ഞില്ല. എൻ്റെ ഭാര്യ അത് ഓൾക്ക് അത്ര വലിയ ഇഷ്ടമായില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ മകൻ എന്നോട് പറഞ്ഞു, ബാപ്പാക്കാണെങ്കിൽ നോമ്പറക്കുമ്പോൾ തരിക്കഞ്ഞും വേണം, പിന്നെ കൂട്ടാനും വേണം, പിന്നെ പത്തിരിയും വേണം, ഇറച്ചിയും വേണം, മീനും വേണം. ഒക്കെ വാടെ പള്ളിക്ക് കൊണ്ടുപോയി പറയുമ്പോൾ നടക്കൂല എന്നാ പറഞ്ഞു. ഇടങ്ങാറാണ്. ഒരു ദിവസമല്ല, ഇടങ്ങാറാണ് സഹിച്ചാളി. മൂപ്പൻ നരകത്തുനിന്ന് കഴിച്ചില്ലാട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു തന്നെ, ചിലർക്കൊക്കെ ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ആ ഇഷ്ടങ്ങളൊന്നും വേറെവിടെയും നടക്കൂല, അവനാന്റെ പെണ്ണുങ്ങളെ തന്നെ നടക്കുള്ളൂ. അപ്പൊ ഓരോട് പറയും. അപ്പൊ നമ്മളവിടെ ഉൾക്കൊള്ളുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഏതായാലും സൽഗുണ സമ്പന്നയായ സ്ത്രീ എന്നുള്ള ടൈറ്റിൽ എടുത്തവരല്ലേ. അപ്പൊ സൽഗുണ സമ്പന്നൻ തന്നെ ആവട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നല്ല ഈമാനോടുകൂടെ, നല്ല ക്ഷമയോടുകൂടെ, നല്ല തർബിയത്തുള്ള ഉമ്മയായി മാറി ഈ നന്മകളൊക്കെ നിയ്യത്ത് ചെയ്യണം. നിങ്ങളെ മനസ്സിൽ എപ്പോഴും അത് ഉണ്ടാവണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു മനുഷ്യന്റെ കാര്യത്തിൽ നമ്മൾ നടന്ന് പറഞ്ഞാൽ അതിന് കുറെ നടക്കണമെന്നൊന്നുമില്ല. അതിനല്ലേ നമ്മൾ നടക്കണത്. എത്ര നമ്മൾ നടക്കുന്നത്? പൈപ്പിന്റെ അടുത്തേക്ക് കുറച്ചു നേരം നടക്കും, പിന്നെ അങ്ങോട്ട് നടക്കും, പിന്നെ ഇങ്ങോട്ട് നടക്കും. ഒരു ദിവസം എത്ര കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട്? ഇതൊക്കെ നടക്കണ എന്തിനാ? വീട്ടില് ഭക്ഷണം പ്രധാനല്ലേ. അതുകൊണ്ടല്ലേ ബറാത്തിന്റെ യാസീന് 1 ദിവസത്തിനല്ലേ. ഭക്ഷണം വലിയ സംഭവം തന്നെയാണ്. അത് ഉണ്ടാക്കി കൊടുക്കണവർക്കും വലിയ സംഭവം തന്നെ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹ് നേരത്തെ നമ്മൾ പറഞ്ഞു, മറിയം ബീവി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഹിജാബിലൊക്കെ ജീവിച്ചപ്പോൾ ഒരു പെണ്ണിന് വേണ്ട വേറൊരു ഗുണമാണ് പാതിവൃത്യം. അന്യ പുരുഷന്മാരൊരു പെണ്ണിന് ഏറ്റവും ഖൈറെന്താണെന്ന് ചോദിക്കപ്പെട്ടപ്പോ അലിയാര് തങ്ങള് ഫാത്തിമ ബീവിയോട് ചോദിച്ചപ്പോ ഫാത്തിമ ബീവി പറഞ്ഞു, ആ പെണ്ണിനെ അന്യ പുരുഷന്മാരെ കാണാതിരിക്കലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു അത്തരം ഒരു രീതിയിൽ നിന്ന് നമ്മളെ കാണുന്ന അവസ്ഥയിൽ നിന്ന് ഭർത്താവിന്റെ അനിയനാണെങ്കിൽ പോലും അള്ളാഹു രക്ഷ നൽകട്ടെ. അങ്ങനെ ജീവിച്ചപ്പോ ഭക്ഷണത്തിന് വേണ്ടി മറിയം ബീവിക്ക് പുറത്തിറങ്ങേണ്ടി വന്നില്ല. പുറത്തിറങ്ങിയ സമയത്ത് അള്ളാഹു ഈത്തപ്പഴം, ഉണങ്ങിയ ഈത്തപ്പഴം കുൽക്കാൻ പറഞ്ഞു. അപ്പോൾ പഴുത്ത ഈത്തപ്പഴം അള്ളാഹു ഉണങ്ങിയ മരത്തിൽ നിന്ന് കൊടുത്തു. ദീനനുസരിച്ച് ജീവിച്ചാൽ അങ്ങനെയാണ്, അള്ളാഹുവിനെ ഉൾക്കൊണ്ട് ജീവിച്ചാൽ അങ്ങനെയാണ്. അതേപോലെ
വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇബാദത്ത് ചെയ്യുമ്പോഴല്ലേ സക്കരിയ നബി അലൈഹിസ്സലാം കാണുന്നത് പഴങ്ങൾ. മറിയം ബീവിയുടെ അടുക്കൽ ഇങ്ങനെ പഴങ്ങൾ കാണുന്നു. പാതിവൃത്യത്തോട് ജീവിച്ചപ്പോ റബ്ബ് കൊടുത്ത വലിയ അനുഗ്രഹമാണ്, കറാമത്താണ്. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ്, മറിയം ബീവി നിസ്കരിക്കാൻ വേണ്ടി അവരെ മനസ്സിൽ നിസ്കാരം നിസ്കാരം നിസ്കാരം, അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് എടുക്കുക എന്ന ചിന്തയേ ഉള്ളൂ. പരിശുദ്ധ റമദാനിന്റെ ഇനി ബാക്കിയുള്ള തറാവീഹെങ്കിലും നമുക്ക് നേടിയെടുക്കണം, ഒറ്റൊന്നും മിസ്സില്ലാതെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ മഹദിക്ക് വേണ്ട ഭക്ഷണം അല്ലാഹ് വജദ ഇൻദഹാ റിസ്ഖാ, സ്വർഗീയ ഭക്ഷണം കാണുകയാണ്. അത്ഭുതത്തോടെ ഗ്രേഡ് അല്പം കൂടുതലുള്ള ആളാണെങ്കിലും മറിയം ബീവി നബിയല്ലല്ലോ, ഒരു പെണ്ണും നബിയായി വന്നിട്ടില്ലല്ലോ. എന്നിട്ടും ആ നബിയായ സക്കരിയ നബി ചോദിക്കുന്നു, അന്നാലക്കി ഹദാ, എവിടുന്നാണിത് കിട്ടിയത്? ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാ, അല്ലാഹ് നേരിട്ട് തന്നതാണ്. ഒരു പെണ്ണാണത്, അല്ലാഹ് നേരിട്ട് കൊടുത്തതാണ്. ഹുനാലിക ദഅ സക്കരിയ, അപ്പോഴാണ് സക്കരിയ നബിക്ക് പ്രതീക്ഷ വന്നത്. എനിക്ക് മക്കളില്ലല്ലോ, പ്രായമേറെയായി, നര ബാധിച്ചു, അങ്ങനെ ദുആർന്നല്ലോ. പെണ്ണുങ്ങളെ നമ്മൾ അങ്ങനെയാവണം. ഖുർആനിന്റെ ലാഹിർ നോക്കുമ്പോൾ നമുക്ക് കാണാം, മറിയം ബീവി എന്ന് പറയുന്ന സൽഗുണ സമ്പന്നയായ പെണ്ണിനെ കാണുമ്പോൾ അഥവാ സക്കരിയ നബിക്ക് കാണാൻ പറ്റുന്ന ആളാണ്. ഉമ്മയുടെ അനിയത്തിയുടെ ഭർത്താവട്ടെയാണ് സക്കരിയ നബി അലൈഹിസ്സലാം. അങ്ങനെ സക്കരിയ നബി അലൈഹിസ്സലാം സംരക്ഷിച്ചു പോറ്റി വളർത്തിയ ആളുമാണ് മറിയം ബീവി. അങ്ങനെ മറിയം ബീവി സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു, എവിടുന്നാ കിട്ടിയത്? അപ്പൊ അള്ളാഹിന്റെ അടുക്കൽ നിന്ന്. അവിടെയാണ് സക്കരിയ നബിക്ക് പ്രതീക്ഷ കൂടുന്നത്. ദുആ കൂടി, ദുആ കനത്തു. രാത്രിയൊക്കെ തഹജ്ജുദിന്റെ സമയത്ത് അങ്ങനെ ദുആ കനത്തു. അങ്ങനെയാണ് മക്കളെ കൊടുത്ത യഹ്യ നബി, അന്ന് വരെ പേര് വെക്കപ്പെടാത്ത യഹ്യ നബി. യഹ്യ ആർക്കും പേര് വെച്ചില്ല. അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ കഥ. ഇനി നമ്മൾക്ക് ഇങ്ങനെ പോന്നാൽ ഒരു നല്ലൊരു ബീവിയെ കാണാം, സൽഗുണ സമ്പന്നയായ സ്ത്രീ റഹ്മത്ത് ബീവി. ഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയാണ്. സമ്പത്ത് ഇങ്ങനെ അല്ലാഹു നൽകിയ ആടുകള്, ഒട്ടകങ്ങള്, എല്ലാ സമ്പത്തും നൽകി. സമ്പത്തുണ്ടാവുമ്പോ മാത്രം അല്ലാഹുവിനെ ഇഷ്ടപ്പെടും. സമ്പത്ത് പോയാൽ അല്ലാഹുവിനെ തള്ളി പറയാൻ പാടില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു 13 കൊല്ലക്കാലം പരീക്ഷിക്കുകയാണ്. അവർ മാതൃകാ ദമ്പതികളാണ്. എല്ലാ ഭാര്യമാരും ഒഴിവാക്കി അയ്യൂബ് നബിയെ റഹ്മത്ത് ബീവി മാത്രം ബാക്കിയായി. എത്രത്തോളം എന്നറിയോ? റഹ്മത്ത് ബീവി എത്ര വലിയ അനുഗ്രഹത്തിലായിരുന്നു. തനിക്ക് നേരത്തെ സേവകികളായിരുന്നു. അവിടുന്നൊക്കെ പോയി ഇന്ന് ഭർത്താവിന് അസുഖമായപ്പോൾ മക്കളൊഴിവാക്കി, കുടുംബം ഒഴിവാക്കി. എല്ലാവരും അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹ് പരീക്ഷിക്കാൻ എന്നോണം എല്ലാവരും വിട്ടകന്നുപോയി. ഈ ബീവി മാത്രമായി. ആ ബീവി മാത്രമായപ്പോൾ ഭക്ഷണത്തിനുള്ള വക പോലും നഷ്ടപ്പെട്ടു. എത്ര ഒട്ടകങ്ങളായിരുന്നു മഹാനവറുകൾക്ക്, എത്ര ആടുകളായിരുന്നു, അതൊക്കെ ചത്തൊടുങ്ങിപ്പോയി. അല്ലാഹു പരീക്ഷിച്ചതാണ്. ബഹുമാനപ്പെട്ടവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മഹദി ഇങ്ങനെ ഒരു ദിവസം ഇറങ്ങിയപ്പോ ആരും വീട്ടിൽ സേവനത്തിന് നിർത്തുന്നില്ല. പല സമയത്തും വീട്ടിൽ സേവനത്തിന് പോയി ഭർത്താവിനെ ടെന്റിലാക്കിയിട്ടേ വീടൊക്കെ പോയി
ഭർത്താവിനെ ടെന്റിലാക്കിയിട്ട് വീട്ടിലെ സേവനത്തിന് പോയി അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ഭക്ഷണം വാങ്ങിക്കൊടുത്തു മഹദി റഹ്മത്ത് ബീവി. പക്ഷേ ഈ രോഗം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ചില ആളുകൾ ആ റഹ്മത്ത് ബീവിയെ എന്ത് ചെയ്യൂ, വീട്ടിലേക്ക് അടുപ്പിച്ചില്ല. കാരണം ഭർത്താവിന്റെ രോഗം, രോഗിയായ ഭർത്താവിന്റെ ഭാര്യയാണല്ലോ എന്ന് കരുതി അങ്ങനെ അവരെ അടുപ്പിക്കാതെ വന്നപ്പോ വീണ്ടും ഭക്ഷണത്തിന് കൊടുങ്ങാണ്. ആ സമയത്ത് മഹദി തന്റെ മുടി മുറിച്ചു കൊടുത്തു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ അയ്യൂബ് നബി ചോദിച്ചു, എവിടുന്നാ കിട്ടിയത്? ഞാൻ ജോലി ചെയ്താന്ന് പറയുന്നു മഹദി. പിന്നെ പിറ്റേ ദിവസവും കിട്ടിയപ്പോൾ അയ്യൂബ് നബിക്ക് മനസ്സിലായി ജോലി ചെയ്തതൊന്നുമല്ല. നിങ്ങൾ ആ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ മഹദി തന്റെ തലയിലെ തട്ടമങ്ങ് മാറ്റി കൊടുക്കുമ്പോൾ നല്ല സുന്ദരമായ മുടി മഹദി അതാ നല്ല പണക്കാരുടെ മക്കൾ, പെൺകുട്ടികൾ അവർക്ക് വേണ്ടി കൊടുത്തതാണ്. അവരതിന് കാശ് കൊടുത്തു, അവർക്ക് വിറ്റതാ, മുടി വിറ്റതാ. അപ്പൊ ബഹുമാനപ്പെട്ടവർ ഒരു റിപ്പോർട്ട് പ്രകാരം അപ്പോഴാണ് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി ദ്വാർന്ന റബ്ബി ഇന്നി മസ്സനി അൽദുറു വ അൻത അർഹമുർ റഹീമീൻ. അതുവരെ ദ്വാർന്നിട്ട് പോലും ഇല്ല. അള്ളാഹ് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് സ്വീകരിച്ചു, ദുആ ചെയ്തിട്ട് പോലും ഇല്ല. ഒരു റിപ്പോർട്ട് പ്രകാരം ഈ ഒരു സമയത്താണ് സ്വന്തം ഭാര്യ മുടി വരെ മുറിച്ചു കൊടുക്കേണ്ടി വന്നു. ആ നാട്ടിലെ പ്രമുഖരായ ആളുകളുടെ കുറച്ച് പെൺകുട്ടികൾക്ക് അവർക്ക് അത് രസിക്കാൻ വേണ്ടി ആ മുടി കൊടുത്തു. ആ മുടിക്ക് പകരം അവർ ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ നൽകി. ഇതറിഞ്ഞപ്പം മഹാൻ വലിയ വിഷമായി. ഭാര്യ ഒരുപാട് കഷ്ടപ്പെട്ടു. ഭർത്താവിന്റെ കഷ്ടപ്പാടിലൊപ്പം റബ്ബി ഇന്നി മസ്സനി അൽദുറു, ചെറിയ പ്രയാസം റബ്ബെ എന്നെ ബാധിച്ചിട്ടുണ്ട്. ഇങ്ങനൊക്കെ ആയപ്പോഴും മഹാൻ പറഞ്ഞ ചെറിയ പ്രയാസം. വ അൻത അർഹമുർ റഹീമീൻ, ഇതൊന്ന് ശിഫയാക്ക് എന്ന് പറഞ്ഞില്ല, നീ അർഹമുർ റഹീമീനാണല്ലോ. അവരൊക്കെ ബന്ധം അങ്ങനെയാണ്. മൂസാ നബി അവരുടെ റബ്ബി അരിനി, റബ്ബെ ഒന്ന് കാണിച്ചോണ്ട റബ്ബെ. നമ്മൾ ചെറിയ കുട്ടികളോട് അറിയാം, ഒരു ഉമ്മണ്ട ചെറിയ കുട്ടികളോട് ഇതേപോലെ അള്ളാഹുവിനോട് സ്നേഹത്ത് പറ, റബ്ബെ ഒന്ന് കാണിച്ചു തരും. ലന്തറാനി മൂസാ നബി, നിങ്ങൾക്ക് കാണാൻ കഴിയൂല, നിങ്ങൾക്ക് കഴിയൂല. കാണേണ്ട ആൾക്കാർ വരാണ്ട്, നിങ്ങൾക്ക് കഴിയില്ല. ഒന്ന് കാണിച്ചു. ഇബ്രാഹിം നബി എങ്ങനെയാണ് റബ്ബെ സൃഷ്ടിക്കണം ഒന്ന് കാണിച്ചു തരും. അവർക്ക് എന്തോ ഒരു ബന്ധാണ് അല്ലാഹു. മൂസാ നബി അലൈഹി സ്വലാം ഇങ്ങനെ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോ ഒരാളിങ്ങനെ ആർത്തട്ടഹസിച്ചിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. മൂസാ നബി അള്ളാഹിനോട് പറഞ്ഞു, അല്ലാഹ് ഈ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിക്കണേ, ഇന്നോടാണെങ്കിൽ ഞാൻ അയാൾക്ക് ഉത്തരം നൽകുമായിരുന്നു. അന്നെ കുറിച്ച് കേട്ടത് അർഹമുർ റഹീമീൻ എന്നൊക്കെ അല്ലേ. അപ്പൊ അള്ളാഹ് പറഞ്ഞു, മൂസാ നബി അയാൾ അങ്ങനൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അയാളെ കൽബ് അടുപ്പത്താ. നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? അയാളെ കൽബ് അടുപ്പത്താണ്. നിങ്ങളിലേക്ക് ചേർത്ത് പറഞ്ഞതേ. അയാളെ കൽബ്, അയാൾ ആടിനെ കെട്ടിയിട്ടിട്ടുണ്ട്, കുറെ ആടിൻ പറ്റത്തെ, അതിനെ ചെന്നായ പിടിക്കോ എന്നുള്ളൊരു ചിന്തയിലാണ് ഉള്ളത്. നമ്മളെ നിലപാട് നമ്മളോട് ചോദിക്കുമ്പോ കൽബ് ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കൂല. മൂസാ നബി എന്ത് ചെയ്ത് കുറെ ദൂരങ്ങളിൽ പോകുന്നതാണ്. നബിമാരൊക്കെ അങ്ങനെ ജനങ്ങളാണല്ലോ സ്നേഹിക്കണം, ജനങ്ങൾക്ക് ഉപകാരമാണ്. ആ മനുഷ്യനോട് പോയി, നിങ്ങൾ കുറെ ഇങ്ങനെ നുളൊഴിച്ചു തീർന്നിട്ടൊന്നും കാര്യമില്ല. നിങ്ങളെ കൽബില് ആടിനെ ചെന്നായ പിടിച്ചൊന്നും മനസ്സിലുണ്ടോ? ആടിന്റെ സുരക്ഷിതത്വം ഉണ്ടോ? അതാണ് മാറ്റി നോക്കി. നിങ്ങൾ ഇങ്ങോട്ട് അള്ളാഹിനോട് ചോദിച്ചു നോക്കി. അയാളെ മാറ്റി അള്ളാഹുവിനോട് ചോദിച്ചു, ഉത്തരം കിട്ടി. എത്ര ആർത്തട്ട് ഹസിച്ചും കാര്യമില്ല. പാലടുപ്പത്ത് വെച്ച് തീർന്നിട്ടേ നല്ല ശ്രദ്ധയാണ്. അതാണ് നിസ്കാരത്തിക്കൊക്കെ വരുമ്പോ ഫാരിഗായി വരണ എല്ലാത്തൊന്നും. ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിച്ചിട്ട് എന്നൊക്കെ. അതേപോലെ അശുദ്ധിക്ക് ഉണ്ടെങ്കിൽ അശുദ്ധിയൊക്കെ കഴിഞ്ഞ് ബാത്റൂമിലൊക്കെ പോയി ഒക്കെ കഴിഞ്ഞിട്ട് ഇത് എങ്ങനെങ്കിലും തീർക്കാന്നല്ല, ഇതാണ് തീർക്കുക എന്ന നിലക്കാവരുത്. അങ്ങനെ ഇപ്പൊ നമ്മളാലൊക്കെ ചെയ്യുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയുണ്ടാവും. റഹ്മത്ത് ബീവി കണ്ടോ, നിങ്ങള്
ആ മഹദിയുടെ മുടി മുറിച്ചത് കാണുമ്പോ സങ്കടം വന്ന് മഹാന് എനിക്ക് വേണ്ടിയാണല്ലോ എന്റെ ഈ ഭാര്യ കഷ്ടപ്പെട്ടു. ഭർത്താവിനെ സ്നേഹിച്ചേറ്റെടുക്കുന്ന മഹദിയെ ഖുർആൻ ആ കുടുംബിനികളെ നമുക്ക് ഉയർത്തി കാണിക്കാണി. മറ്റൊരു റിപ്പോർട്ട് പ്രകാരം അയ്യൂബ് നബിയുടെ രോഗം കൈ കാലല്ലാത്ത അഥവാ നാവും അവിടുത്തെ കൽബുമല്ലാത്ത എല്ലാ അവയവത്തിനും സംഭവിച്ചു. വേദനകളും പ്രയാസങ്ങളുമൊക്കെ. അപ്പോൾ നാവിന് മുറിവ് വന്നപ്പോൾ ദിക്റ് എല്ലാം കഴിഞ്ഞില്ല. കൈക്കും കാലിനൊക്കെ വേദനയും പ്രയാസമൊക്കെ വന്നപ്പോൾ മഹാൻ ദിക്റ് നിർത്തിയില്ല. കൽബും നാവും സദാ ദിക്റിൽ തന്നെയാണ്. നാവിന് മുറി വന്നപ്പോ ദിക്ർ മുടങ്ങിപ്പോയി. നമുക്കൊരു തലവേദന എന്നാണ് തറാവി ഉണ്ടാവോ? നിങ്ങൾ പറയും. തലക്ക് മാത്രം വേദനയില്ല, കാലിന് വേദനയില്ല, കൈക്ക് വേദനയില്ല, തറാവി ഉണ്ടാവുമെന്ന്. ഒരു പല്ല് വേദന എന്നാൽ അന്ന് ജുസോദോ. അയ്യൂബ് നബിക്ക് എല്ലാ ഭാഗവും വേദനയും പ്രശ്നവുമാണ്. പക്ഷേ മഹാൻ നാവിന് വേദന വന്നപ്പോ ദിക്ർ മുടങ്ങിയപ്പോ അതിന്റെ സങ്കടത്തിൽ ദ്വാരന്ന് പോയതാണ്. അല്ലെങ്കിൽ മഹാൻ അവർകൾ ദ്വാ ചെയ്യൂല. അന്നീ മസ്സനിയദ്ദുറു, അതും ദ്വാരന്നതെന്താ, എനിക്ക് ചെറിയൊരു വിപത്ത് സംഭവിച്ചു. ദ്വാരക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അവരൊക്കെ അദബാണത്. അള്ളാഹ് എന്നെ കണ്ടറിഞ്ഞെനിക്ക് തരികയാണ്, പിന്നെ ഞാൻ മാറ്റേണ്ടതില്ലല്ലോ. അള്ളാഹ്ക്കറിയല്ലോ എന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. അതുകൊണ്ട് ഞാനിത് ദ്വാരക്കുന്നില്ല. നമ്മൾ ദ്വാരക്കണ്ടെന്നല്ല പറഞ്ഞത്. അവരുടെയൊക്കെ അള്ളാഹുവിലേക്കുള്ള അടുപ്പം. വഅന്ത അർഹമുർ റഹീമീൻ. നോക്കിയ ശൈലി. റബ്ബേ, ചെറിയൊരു പ്രയാസം എന്നെ ബാധിച്ചിട്ടുണ്ട്. വഅന്ത അർഹമുർ റഹീമീൻ, നീ ഏറ്റവും വലിയ റഹ്മത്ത് ചെയ്യുന്നവനാണല്ലോ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കരുണാവാരിധിയാണല്ലോ എന്ന് പറഞ്ഞ് ഇത് മാറ്റണം എന്ന് പറയുന്നില്ല. അപ്പൊ കൽബും നാവും മാത്രം രോഗത്തുനിന്ന് മുക്തമായപ്പോൾ നാവിന്റെ ഒരു മുറിവ് പറ്റിയപ്പോ മഹാനവർകൾ ദിക്ർ മുടങ്ങിപ്പോയ സങ്കടത്തിലാണ് ദുആരുന്നത്. ഇതാണ് മഹാന്മാരെ മനസ്സ്. അതിലവർ ക്ഷമിച്ചു കഴിയാണ്, ക്ഷമിച്ചവരാണ്. പിന്നെ അള്ളാഹു 13 കൊല്ലം കഴിഞ്ഞപ്പോ അതാ എപ്പോഴും ഭർത്താവിൻ്റെ അടുത്ത് ഭാര്യ ഉണ്ടാവും. ഭർത്താവിന് ഈ കാഷ്ടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഭാര്യ ഒന്ന് അതൊക്കെ എടുക്കാനൊന്നും കഴിയില്ല. അതൊക്കെ ഭാര്യ എടുത്ത് ഒഴിവാക്കി കൊടുക്കും. ഒരിക്കൽ കാഷ്ടിച്ചൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഭാര്യനെ കാണാനില്ല. അപ്പോഴാണ് അള്ളാഹു പറഞ്ഞ ഉർക്കുൽ ബിരിജിലിക, ഒമാനിലെ സലാലയിൽ അവിടെ നിങ്ങളെ കാലുകൾ എന്ത് ചെയ്തോളെ അങ്ങനെ ഒന്ന് കാലുകൊണ്ട് ഇങ്ങനെ മാന്താൻ പറഞ്ഞു. അങ്ങനെ അവിടെ വെള്ളം വന്നു. ആ വെള്ളം ഇന്നുമുണ്ട്. ആ വെള്ളത്തിൽ നിന്ന് കുടിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ തിരിച്ചു വന്നപ്പോ റഹ്മത്ത് ബീവി റഹ്മത്ത് ബീവി ചോദിച്ചു, നല്ല സുന്ദരനായ ഒരു മനുഷ്യൻ, ഇവിടെ രോഗിയായ ഒരു ഉപ്പുണ്ടായി, നിങ്ങൾ കണ്ടിരുന്നു ചോദിച്ചു. ഏയ്. തിരിച്ചു വന്നപ്പോ അയ്യൂബ് നബി വെള്ളമൊക്കെ കുടിച്ചു, അസുഖമൊക്കെ മാറി. ഒരു പച്ചവെള്ളം കൊണ്ട് അള്ളതൊക്കെ മാറ്റി കൊടുത്തു. വെറും പച്ചവെള്ളം, വെള്ളത്തിൽ ശിഫുണ്ട്. തിരിച്ചു വന്നപ്പോ ഒരു സുന്ദരനായ ആളിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ഭാര്യ ചോദിച്ചു, തിരിച്ചു വന്നപ്പോ ഭാര്യ ഭർത്താവിന്റെ ശുശ്രൂഷക്കിടയിൽ പോയതാ. അങ്ങനെ തിരിച്ചു വന്നപ്പോ ഇവിടെ ഒരു രോഗിയായ ആളുണ്ട്, അയാൾ ചെന്നായിട്ട് പിടിച്ചു. എന്താ സംഭവിച്ചത്? ചെന്നായ പിടിച്ചിട്ടൊന്നുമില്ല, ഞാൻ തന്നെയാണ്. വിശ്വസിക്കാൻ കഴിയില്ല ഭാര്യക്ക്. പിന്നെയും 16 മക്കളുണ്ടായി, 16 ആൺകുട്ടികളുണ്ടായി. ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അള്ളാഹു സ്വർണത്തിന്റെ മഴ വരും. സ്വർണത്തിന്റെ മഴ പറഞ്ഞാല് ജറാദ്, സ്വർണത്തിന്റെ വെട്ടുകിളി. ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്ത് ആ വെട്ടുകിളി ഇങ്ങനെ ആകാശത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോ ഇങ്ങനെ കുറെ കൈ പിടിച്ച് വാരി കുറെ എടുത്ത് ജുബ്ബന്റെ കീസയിലിട്ടപ്പോ അള്ളാഹു ചോദിച്ചു, എന്താ അയ്യൂബ് നബി?
നിങ്ങൾക്ക് ഇത്രയായിട്ട് പള്ള നിറഞ്ഞില്ലേ? അപ്പൊ മഹാനവകൾ ചോദിച്ച അല്ലാഹ് വമൻ ശബിയ മിൻ റഹ്മ, നിന്റെ റഹ്മത്ത് കിട്ടിയിട്ട് ആർക്കാണ് വയറെന്നറിയാൻ? പിന്നെ അള്ളാഹു അനുഗ്രഹം നൽകി 93 വയസ്സ് വരെ ജീവിച്ചു ഒക്കെ ചരിത്രത്തിൽ കാണാം. പിന്നെ 20 കൊല്ലാണ് ജീവിച്ചത്. അപ്പൊ അള്ളാഹു തആല എന്ത് ചെയ്യും? വലിയ പരീക്ഷണങ്ങളൊക്കെ നൽകും. അതിലൊക്കെ ക്ഷമിക്കണം. ആ ക്ഷമിച്ച മഹദിയാണ് റഹ്മത്ത് ബീവി. അതേപോലെ മഹദിയായ ഹാജർ ബീവി. ഹാജർ ബീവിയെ മക്കയിൽ വെറുതെ ഇസ്മായിൽ ബി അലൈഹിസ്സലാമിന്റെ കൂടെ ഇങ്ങനെ ആക്കുന്ന സമയത്ത്, കുഞ്ഞായ സമയത്ത് ഭർത്താവ് ആ മക്കയിൽ ആരുമില്ലാത്ത സ്ഥലത്ത് ഉപേക്ഷിച്ച് പോകുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾക്കാണ് അവസ്ഥയെങ്കിൽ എന്തായിരിക്കും നമ്മൾ പറയാം? ഇത് നിങ്ങളോട് അള്ളാഹു കൽപ്പിച്ചതാണോ എന്ന് ചോദിച്ചു. തിരിഞ്ഞു നോക്കാതെ പോകാനാണ് ഇബ്രാഹിം നബിയോട് പറഞ്ഞത്. മക്കയിലെ മരുഭൂമിയിൽ ഒരു കൈക്കുഞ്ഞിനെയും ഒരു ഉമ്മനെയും ഇട്ടതൊന്നും നിങ്ങളിങ്ങനെ ആലോചിച്ചു നോക്കി. ആരുമില്ലെന്ന്, ഇന്നത്തെ മക്കയല്ല. അപ്പോഴാണ് ഇത് നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചതാണ് ചോദിച്ചു. അപ്പൊ പറഞ്ഞ അള്ള കൽപ്പിച്ചാണ്. മക്ക ഭൂമിയിൽ ബഹുമാനപ്പെട്ട ഹാജറ ബീവിയെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അൽ ഇസ്ലാം ഇട്ടേച്ച് പോകുമ്പോ ഹാജർ ബീവി ചോദിച്ചു, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണോ? അതേ, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണെന്ന് പറയുമ്പോ മഹദിയുടെ അപ്പോഴത്തെ പ്രതികരണം നമ്മളെയൊക്കെ മനോമുകുരത്തിലുണ്ടാവണം. ഇതെന്തായുദയ്യുന, അങ്ങനെ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നഷ്ടബാധിതരാവില്ല, നമുക്കൊരിക്കലും നഷ്ടം സംഭവിക്കില്ല. ആ തവക്കുലിന്റെ ബോധമുണ്ടാവണം. സൽഗുണസമ്പന്നയായ സ്ത്രീക്ക് എന്ത് സംഭവിച്ചാലും അള്ളാഹുവിന്റെ കൽപ്പന ശിരസാവഹിക്കാനുള്ള അവരുടെ ആ ഒരു പ്രവണതയും തൽപരതയും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഓരോ തുറകളിലും കടന്നു വരണം. പ്രതിസന്ധി ഘട്ടങ്ങളെ ഈ മഹദിമാരായ നല്ല സൽഗുണസമ്പന്നരായ ഉമ്മമാരിൽ നിന്ന്, മഹദിമാരിൽ നിന്ന്, ബീവിമാരിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിലെ നേതാക്കളായിട്ട് 4 സ്ത്രീകളെ പഠിപ്പിച്ചു തന്നു. ഹസ്ബുക മിനൻ നിസാ, സ്ത്രീകളിൽ നിന്ന് 4 നിസാ നിങ്ങൾക്ക് മതി എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നതിൽ ഒരാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. പണം നൽകിയിട്ടും സുരക്ഷിതത്വം നൽകിയിട്ടും എല്ലാ സങ്കടങ്ങളും ഒപ്പിക്കൊടുത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുത്ത മഹദിയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. ഇസ്ലാമിന് വേണ്ടി മുഴുവനും ചെലവഴിച്ച മഹദിയാണ്. അതുപോലെ ആസിയ ബീവി, ഞാൻ നേരത്തെ പറഞ്ഞു, അധികാരത്തിന്റെ സോപാനത്തിൽ ഒരു രാജാവിന്റെ, ലോകം ഭരിച്ച രാജാവിന്റെ രാജ്ഞിയായി വാഴുന്നതിനിടയിൽ അവിടെ എല്ലാ സൗകര്യങ്ങളുണ്ട്. ഭക്ഷണത്തിന്, ഉടയാടകൾക്ക്, ആഭരണത്തിന്, സൗകര്യങ്ങൾക്ക്, സ്വാധീനത്തിന് കുറവൊന്നുമില്ല. തൗഹീദിന്റെ മഹത്തായ സന്ദേശം മനസ്സിൽ കൊണ്ട് നടന്നപ്പോ, അത് ഭർത്താവായ ആ പഹയൻ തിരിച്ചറിഞ്ഞപ്പോ, ഏറ്റവും കിരാതനമായ പീഡനം, ആ പീഡനത്തിലേക്ക് മഹദിയെ വലിച്ചേച്ചപ്പോ ആ മഹദിക്ക് പൊറലേറ്റില്ല, ഈമാനിനൊരു പ്രശ്നവും വന്നില്ല. തൊലിപ്പുറത്ത് ചിലപ്പം മുറിവുണ്ടാവാം, രക്തം ചിലപ്പം തീറ്റിയേക്കാം, ദുന്യാവിലെ ക്ഷണികമായ ജീവിതം നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ പരലോകത്തെ എന്നെന്നുമില്ല ആ ജീവിതത്തെ സ്വപ്നം കണ്ട മഹദിയായ ആസിയ ബീവി നമുക്ക് മാതൃകയാണ്. സ്വർഗത്തിലെ നേതാവാണ് ഫാത്തിമ ബീവി, നമുക്ക് മാതൃകയാണ്. ഓ ഉമ്മമാരെ, പഴയ കാലത്ത് മയ്യത്ത് കട്ടിലെ അതിന്റെ ഉള്ളിൽ കാണാത്ത നിലക്കുള്ള രീതിയിലുള്ളതല്ലായിരുന്നു. ശരീരത്തിൻ്റെതായ ആകൃതി കാണുന്ന
കാണുന്ന കോലത്തിലായിരുന്നു. വഫാത്തിന്റെ മുമ്പ് അലിയാരോടുള്ള വസിയത്തിന്റെ കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ മരിച്ചാൽ എന്നെ രാത്രി മറമാടണം, എന്നെ എത്യോപ്യൻ കട്ടിലിൽ മറമാടണം. കാരണം എന്താ? എൻ്റെ ശരീരം മറഞ്ഞാലും എൻ്റെ ആകൃതിയൊക്കെ ആളുകൾ കാണുമല്ലോ, അതിനിടവരാതിരിക്കാൻ ആ ഒരു രീതി കൊണ്ടുവന്നത് ഫാത്തിമ ബിന്തു റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മകളായ ഫാത്തിമ ബീവിയാണ്. കഷ്ടപ്പാടിലായിരുന്നു. ആ സുങ്കലിന് കറക്കിയിട്ട് അവിടുത്തെ കൈയൊക്കെ പോളയിടുകയും പ്രയാസപ്പെടുകയും ചെയ്തിരുന്നു. അല്ലാഹുവിൻ്റെ ഹബീബ് കിടന്നുറങ്ങും മുമ്പ് 33 വട്ടം സുബ്ഹാനല്ലാഹ്, 33 വട്ടം അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 34 വട്ടം ഇതൊക്കെ പറയാനും ചൊല്ലാനും പറഞ്ഞു കൊടുത്ത് ജീവിത ഭാരങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാക്കിയ മഹദിയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. സൂറത്തു തകാസുറിൽ ഒരായത്തുണ്ട് അവസാനം, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ആസ്വാദനങ്ങളൊക്കെ തീർച്ചയായും അല്ലാഹു പിന്നീട് ചോദ്യം ചെയ്യും. ആ ആയത്തിന്റെ തഫ്സീറിൽ ഒരു കഥ കാണാം. ആ കഥ പറയൽ എൻ്റെ ഉദ്ദേശ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും ഒരു സഹാബിയുടെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി പോയി. വിശപ്പ് കാഠിന്യമായപ്പോ അവിടുന്ന് അള്ളാന്റെ ഹബീബ് അല്പം കാരക്കയൊക്കെ കിട്ടിയപ്പോ അവിടുന്ന് അതുമായിട്ട് നേരെ ഫാത്തിമ ബീവിയുടെ അടുത്തേക്ക് ആളെ പറഞ്ഞേക്കുന്നുണ്ട്. കാരണം ഫാത്തിമയും ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് ഒരു പിതാവിന്റെ ദാരിദ്ര്യത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന പ്രകൃതമാണ് ഫാത്തിമത്തുൽ ബത്തൂൽ. അവിടുത്തെ അനുസ്മരണമായിരുന്നല്ലോ റമദാൻ. അവിടുത്തെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകട്ടെ. മറിയം, നേരത്തെ നമ്മൾ പറഞ്ഞ മറിയം എല്ലാവർക്കും വിവിധ ക്വാളിറ്റികളുണ്ട്. ചിലർ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടവരാ, ചിലരോ ഭർത്താക്കന്മാരെ ഉൾക്കൊണ്ടവരാ, ചിലര് അതേ ഖദീജ ബീവി ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാര്യയായിരുന്നു. അതവിടുത്തെ കെയർ ചെയ്തത് കൊണ്ടാണ് ശത്രുക്കൾ അവിടുത്തെ ആക്രമിച്ചപ്പോ അഭയം നൽകിയ മഹദിയാണ്. പണം നൽകാതിരുന്നപ്പോ നിരസിച്ചപ്പോ മഹദിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദീനിന് സപ്പോർട്ടായത്. ഇങ്ങനെ ഓരോ മഹദിമാർ അവർ സ്വർഗത്തിലെ നായികമാരാണ്. അല്ലാഹു ആ മഹദിമാരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഉമ്മമാർ ഈ ഒരുമിച്ച് കൂടിയവർക്ക് സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തട്ടെ. ഇനിയൊരു മഹദി ഉണ്ട്. ആ മഹദി പറ്റി പറയാനുള്ള സമയമില്ല. ഖൗല ബീവിയെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവിയുടെ മഹത്വം അങ്ങനെ പറയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട്. അവരൊക്കെ നോമ്പ് നോറ്റത് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണവിവരം, വഫാത്തിന്റെ വിവരം ആദ്യം അറിയിച്ച വ്യക്തി ഫാത്തിമ ബീവിയാണ്. പ്രത്യേകം അറിവ് കൊടുത്തു. രോഗശയ്യയിൽ കിടക്കുന്ന പിതാവായ മുത്തുനബിയെ ഫാത്തിമ ബീവി കാണാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം സന്തോഷം കൊണ്ട് ഇങ്ങനെ പുഞ്ചിരി തൂകും. അത്ര ഇഷ്ടായിരുന്നു ആ മകളെ. വലതു ഭാഗത്തെത്തി മകളെ കാതിൽ ഇങ്ങനെ രഹസ്യം പറഞ്ഞു. ഫാത്തിമ ബീവി ഇങ്ങനെ ഒരു വാപ്പ അങ്ങനെയൊക്കെ
രോഗക്കിടക്കയിൽ പറയേണ്ടിടത്തേക്ക് ഒരു മകള് ഉയർന്നു വരണം. ബാപ്പമാരോടത്ര താല്പര്യത്തോടെ അവരെ പരിചരിക്കേണ്ടവർക്ക് പരിചരിക്കണം, സാന്ത്വന വാക്കുകൾ കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം. ഉമ്മമാർക്കും തിരിച്ചങ്ങനെ. ആദ്യം മഹദി കരഞ്ഞു. ഇത് കണ്ടു നിൽക്കുന്ന കുറെ ആളുകളുണ്ട്, അവർക്കൊന്നും മനസ്സിലായില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ പറഞ്ഞു. മഹദി ഇങ്ങനെ പുഞ്ചിരിച്ചു. ആയിഷ ബീവി ഇങ്ങനെ ചോദിച്ചു, അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ രഹസ്യമായി പറഞ്ഞത് എന്താണ്? ഫാത്തിമ ബീവിന്റെ മറുപടി എന്താ? അള്ളാഹിന്റെ റസൂല് രഹസ്യാക്കി പറയാൻ വിചാരിച്ചൊരു കാര്യം ഞാൻ എങ്ങനെ പരസ്യമാക്കാം? അള്ളാഹിന്റെ റസൂല് രഹസ്യാക്കി പറയാൻ വിചാരിച്ച കാര്യം ഞാൻ എങ്ങനെ പരസ്യമാക്കും? ക്വാളിറ്റിയാണ്. എല്ലാ രഹസ്യവും എല്ലാം എല്ലായിടത്തും പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേർപാടിന് ശേഷം മാത്രമാണ് ആയിഷ ബീവിയോട് വീണ്ടും ചോദിച്ചപ്പോഴാ പറഞ്ഞത്. പെണ്ണുങ്ങളെന്ന എല്ലാം ഇങ്ങനെ പറയുന്നവരായി മാറി. പലതും പല പറച്ചിലുകൊണ്ടാണ് കുടുംബത്തിലൊക്കെ ചീത്തപ്പേരുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. എല്ലാം പറയരുത്, എല്ലാം തുറന്നു പറയാൻ പറയും. വേർപാടിന് ശേഷം വീണ്ടും ആയിഷ ബീവി ചോദിച്ചു, അന്നെന്തായിരുന്നു മുത്തുനബി നിങ്ങളോട് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പോ ഫാത്തിമ ബീവി പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം വർഷത്തിൽ ഒരു പ്രാവശ്യം എന്നെ കൊണ്ട് ഖുർആൻ ഓദിപ്പിക്കാറുണ്ട്. ഈ വർഷം 2 പ്രാവശ്യം ഓദിപ്പിച്ചിട്ടുണ്ട്. എന്റെ വഫാത്ത് അടുത്തിരിക്കുന്നു, അതാണ് അതിന് കാരണം. അപ്പൊ ഞാൻ കരഞ്ഞു. അത് കേട്ടപ്പോ വഫാത്ത് അടുത്ത് നിന്ന്. എന്റെ വീട്ടുകാരിൽ നിങ്ങളാണ് ആദ്യമായി എന്നിലേക്ക് അടുക്കുക, എന്നിലേക്ക് വന്ന് ചേരുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു. കണ്ടോ, മരണം അവർക്ക് സന്തോഷം, തുഹ്ഫത്താണ്. മരണം അവർക്ക് ഒരു ഗിഫ്റ്റാണ്. മുത്തുനബിയോട് അടുക്കാനുള്ളൊരു കാര്യമാണ് അവർക്ക് മരണം. മരണ വാർത്ത കേട്ടപ്പോൾ, അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന്റെ വാർത്ത കേട്ടപ്പോൾ മഹദി കരഞ്ഞു. ആയിഷ ബീവി, ഫാത്തിമ ബീവി കുടുംബത്തിൽ നിന്ന് ആദ്യം വഫാത്താവാൻ ഞെട്ടാ വേണ്ടിയത്, ചിരിക്കുക ചെയ്തത്. 20 വയസ്സേ ഫാത്തിമ ബീവിക്കായിട്ടുള്ളൂ. വയസ്സ് കുറെ ഉണ്ടായില്ല, ഉള്ള വയസ്സ് ഉപകാരപ്പെടലാണ്. സ്വർഗസ്ത്രീകളുടെ നേതാവ്, തങ്ങന്മാരുടെ എത്ര പേരക്കുട്ടികളാണ് 25 വയസ്സുള്ള ഉമ്മാക്ക്. വയസ്സ് കുറെ ഉണ്ടാവുക എന്നല്ല, നല്ല ബർക്കത്ത് ഉണ്ടാവലാണ്. അല്ലാഹു മഹദിയുടെ ബർക്കത്ത് കൊണ്ട് നമുക്കൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ. അതെന്താ? ഉപ്പയില്ലാത്ത ജീവിതം ഒരു പ്രയാസായിരുന്നു. അങ്ങനെയാണ് മഹദി വഫാത്താകുന്നത്. തന്റെ ഭർത്താവ് പരമദരിദ്രനായിരുന്നിട്ട് പോലും ആ ഭർത്താവിനെ ശുശ്രൂഷിച്ച് ആ ഭർത്താവുമായി അസ്വാരസ്യങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ മഹദിക്ക് കഴിഞ്ഞു. നല്ല വിജ്ഞാനം ഉള്ള ആളായിരുന്നു മഹദി. അള്ളാഹുവിന്റെ ഹബീബിനെ തന്റെ വഫാത്തിന്റെ മുമ്പ് ഫാത്തിമ ബീവി പോയി സിയാറത്ത് ചെയ്തതൊക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 6 മാസം മാത്രമേ മഹദി ജീവിച്ചുള്ളൂ. 24 or 25 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഒരു റമദാനിലായിരുന്നു ഫാത്തിമ ബീവി വഫാത്തായത്. മഹദിയുടെ നിർദ്ദേശം രാത്രി കബറടക്കണം, ആരും കാണരുത്. ഇങ്ങനെ ജീവിച്ചവരൊക്കെയാണ് സ്വർഗസ്ത്രീകൾ. സ്വർഗസ്ത്രീകളുടെ ബഹുമാനങ്ങൾ പറയുന്ന കൂട്ടത്തിൽ
ഇത്തരം മഹദിമാരുടെ ബഹുമാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരൊറ്റ വിഷയം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ സഫൂറ ബീവി, അവര് ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ സ്ത്രീ. അവര് മൂസാ നബി അലൈഹിസ്സലാം മദിയനിലെത്തിയപ്പോ ആ മദിയനിൽ 2 സ്ത്രീകൾ ജനക്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. അവര് ആടിനെ മേയ്ക്കാൻ, ആടിന് വെള്ളം കൊടുക്കാൻ വന്നത്. അപ്പോഴും അവര് ആണുങ്ങളോട് മിങ്കിളാവാതിരിക്കുന്നു. സ്വർഗ സ്ത്രീകളുടെ അടയാളങ്ങളാണ്. ശുഐബ് നബി അലൈഹിസ്സലാം മാറ്റിയെടുത്തതാണത്, തന്റെ പെൺമക്കൾ. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം അവർക്ക് വെള്ളം പാറക്കല്ലിന്റെ അടിയിൽ നിന്ന് പാറ പൊക്കി കൊടുത്തു. ആ കൊടുത്തവര് പെട്ടെന്ന് ആ ആടുകളൊക്കെ വെള്ളം കുടിപ്പിച്ച് വീട്ടിലേക്ക് നടന്നു. തിരിച്ചു വാപ്പയോട് ഈ സംഭവം പറഞ്ഞപ്പോ ശുഐബ് നബി ആ യുവാവായ ആ ചെറുപ്പക്കാരനെ വിളിക്കാൻ പറഞ്ഞു. വിളിക്കാൻ വരുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിടെ തഫ്സീർ പറയുന്നുണ്ട്, വജാഅത്ത് ഇഹ്ദാഹുമാ, അവരിൽപ്പെട്ട ഒരാൾ അഥവാ സഫൂറ ബീവി വന്നു. തംശി അല ഇസ്തിഹിയാഇൻ, വളരെ ലജ്ജയോടെയാണ് വന്നത്. തസ്റു വജ്ഹാ ബികമ്മി ദർഇഹാ, മഹദി അവരുടെ ആ ശരീരത്തിലെ ഡ്രസ് കൊണ്ട് അവിടുത്തെ മുഖം മറച്ചിട്ടുണ്ട്. ഇങ്ങനെ ജീവിച്ചവരാണ് മുൻഗാമികളൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് ഈ പറഞ്ഞതിന്റെ സവാബുകൾ, ഒരുപാട് മഹദിമാരെ നമ്മൾ പരാമർശിച്ചു. ഒരുപാട് നല്ല സൽഗുണ സമ്പന്നയായ സ്ത്രീകളുടെ ക്വാളിറ്റി, ക്ഷമയും തവക്കുലും, അതുപോലെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും കുട്ടികളെ തർബിയത്ത് ചെയ്യുകയും ഒക്കെ ചെയ്ത മഹദിമാർ, അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും റാഹത്തും സന്തോഷവും നൽകുമാറാവട്ടെ. റമദാൻ ഉപകാരപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മൾ നേരത്തെ പരാമർശിച്ച ഈ മഹദിമാർക്കൊക്കെ ഒരു ഫാത്തിഹ മാത്രം ഓതി അവസാനിപ്പിക്കുകയാണ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദർ ഉള്ള ഒരു രാവ് കഴിഞ്ഞ് പ്രതീക്ഷിക്കപ്പെടുന്ന രാവ്, ഇനിയുള്ള രാവ്. ആ രാവിൽ എന്താണ് ചൊല്ലേണ്ടത് എന്ന് ഒരു നല്ല ഭാര്യ നല്ല ഭർത്താവിനോട് ചോദിച്ചു. അത് ചോദിച്ചത് ആയിഷ ബീവിയാണ് അല്ലാഹുവിന്റെ ഹബീബിനോട്. അപ്പോൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അത് ധാരാളം ചൊല്ലാൻ, വർദ്ധിപ്പിക്കാൻ പറഞ്ഞതാണ്. നമുക്ക് കൂടി അത് ബാധകമാണ്. അതോടൊപ്പം അഫുവിന്റെ ഒരു ജീവിതം, മാപ്പ് കൊടുക്കുന്ന ഒരു ജീവിതവും നമുക്കുണ്ടാവണം. അപ്പോഴേ നമുക്കും മാപ്പ് കിട്ടൂ. അല്ലാഹു അങ്ങനെ മാപ്പ് കിട്ടുന്നവരിൽ ഉൾപ്പെടുത്തി ലൈലത്തുൽ ഖദറിന് അല്ലാഹു അതിന്റെ ആ ഒരു ചാൻസ് ലഭ്യമാവുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. പടച്ചവനെ, ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, സ്ഥാപനവും അതിലെ ഉസ്താദുമാർ, വിദ്യാർത്ഥികളെയും നീ ഖൈറിന്റെയും അതുപോലെ റാഹത്തിന്റെയും ആളുകളിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഈ സ്ഥാപനത്തെ നീ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ഉയർത്തണേ റഹ്മാനെ. മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം തരുന്ന ഉമ്മമാർ, അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും റാഹത്തും നൽകണേ അല്ലാഹ്. അവരുടെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മജ്ലിസിൽ വന്നവരുടെ വിവിധങ്ങളായ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാനെ. നീ എല്ലാവരുടെ എല്ലാ ലക്ഷ്യങ്ങളും നിറവേറ്റണേ അല്ലാഹ്. എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാഹ്. ലൈലത്തുൽ ഖദറിന്റെ ആനുകൂല്യത്തിന് തെരഞ്ഞെടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മജ്ലിസിലുള്ളവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഇന്നലെ എൻ്റെ പരിചയത്തിലുള്ള ഒരു കുട്ടി, 2 സഹോദരന്മാര്, ഒരു 20ഉം 17ഉം വയസ്സുള്ള 2 വീട്ടിലെ ആളുകള്, ഒരേ വീട്ടിലെ മക്കള് ബൈക്ക് ആക്സിഡന്റായി ഒരാളുടെ കാല് അതാ പൊട്ടി തൂങ്ങിയിട്ടുണ്ട്. മറ്റൊരാളുടെ ഊരക്ക് ചതവും
കിഡ്നിക്ക് വരെ ചതവ് വന്നിട്ടുണ്ട്, ഊരയുടെ ഒരു ഭാഗം തകർന്നിട്ടുണ്ട്, വാരിയല്ലൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് തള്ളിയിട്ടുണ്ട്. ആ വാർത്തയൊക്കെ ആ കുട്ടിയുടെ ഉമ്മ കേൾക്കുമ്പോൾ എത്ര സങ്കടാവും. പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കണം റഹ്മാനേ. പടച്ചോനെ, ബൈക്കിൽ പോകുമ്പോൾ മക്കൾക്കൊന്നൊരു ബോധവും ഇല്ല, ഞങ്ങൾ കാരണമായ ആർക്കും ജീവഹാനി സംഭവിക്കുന്നതെന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ആക്സിഡന്റ് എന്ന് കാക്കണേ അല്ലാ. ഞങ്ങളുടെ നോമ്പും എല്ലാ കർമ്മങ്ങളും നീ സ്വീകരിക്കണേ അല്ലാ. ഈ ഉമ്മമാര് നൽകുന്ന സ്വതക്കകൾ സ്വീകരിക്കണേ അല്ലാ. ഖത്മോദിയവന്റെ ഖത്മ കബൂലാക്കണേ അല്ലാ. ഖുർആൻ ഓതിയതിൽ വന്ന പിഴവുകൾ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ അല്ലാ. സൽഗുണ സമ്പന്നയായ ഉമ്മമാരിൽ ഈ ഉമ്മമാരെ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബേ, പകലോ രാത്രിയൊന്നോ ഭേദമില്ലാതെ പാവപ്പെട്ട വീടുകളിലൊക്കെ കഷ്ടപ്പെടുന്ന ഉമ്മമാര്, സഹോദരിമാര്, അവർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. അവരെ ഇബാദത്തുകൾ സ്വീകരിക്കണേ അല്ലാ. അവരെ ചെയ്യുന്ന പണിയുണ്ടല്ലോ റബ്ബേ, മറ്റുള്ളവർക്ക് ഉപകാരമാകുക, അതിനവർക്ക് വലിയ പ്രതിഫലം നൽകണേ അല്ലാ. ഹജ്ജും റയ്യാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. ربنا عليك توكلنا وإليك أنبنا وإليك المصير. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.